പ്രത്യാശയുടെ ഈ മലകൾ ഉയർത്തി ഇതാ നാം പരുമലയുടെ പുണ്യഭൂമിയിൽ പരമപരിശുദ്ധന്റെ പാദസ്പർശനത്താൽ പരിപാവനമാക്കപ്പെട്ട പരുമലപ്പള്ളി ഇതാ നമ്മെ സ്വീകരിപ്പാൻ ആശീർവദിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സമ്മേളനത്തിൽ ഈശ്വര സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൻ തിരുനാമമേ ലോകപാലന കാരണം, യേശുവിൻ പദപങ്കജം എന്നുമെന്നും പൂജിതം. യേശുവിൻ തിരുനാമമേ ലോകപാലന കാരണം, യേശുവിൻ പദപങ്കജം എന്നുമെന്നും പൂജിതം. തൃക്കരാങ്കുലി നീട്ടുക എൻ ഹൃദംഗ വിഭഞ്ചിക, നിന്റെ അൻപിൻ തുള്ളികൾ എൻ്റെ ഉള്ളിൽ വീട്ടുക. തൃക്കരാങ്കുലി നീട്ടുക എൻ ഹൃദംഗ വിഭഞ്ചിക, നിന്റെ അൻപിൻ തുള്ളികൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ തിരുവോധത്തിലെ പോലെ പൂർണ്ണമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കരുത്. പരീക്ഷയുടെ ഞങ്ങളെ പ്രവേശിക്കരുതേ, ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു, എൻ്റെ വയറ്റിലെ പരമായ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധിയുള്ള കന്യാസുമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണനാടിയിലും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ത്തിലെ മൊഴിമുത്തുകൾക്കായി നമുക്ക് കാതോർക്കാം. നിരണം ഭദ്രാസന സഞ്ചാര മിഷണറി ശ്രീമതി ചിന്നമ്മ ചാക്കോ 1 തീമോഥെയോസ് 4-ാം അധ്യായം വായിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം അത്യവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവം നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കേണ്ടതിന് അത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പ്രശംസനീയമായ വിധത്തിൽ മാത്തമറിയം വനിതാ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ബഹുമാന്യനായ ജോൺ ശങ്കരത്തിലച്ചൻ നമ്മെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ബഹുമാന പുരസ്സരം സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി സഭാ ട്രസ്റ്റി MG ജോർജ് മുത്തൂറ്റ്, മർത്തമീ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി അക്കാമോൾ,
ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന മലങ്കര സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന 80ാമത് അന്തർദേശീയ വാർഷിക കോൺഫറൻസും അതോടനുബന്ധിച്ചുള്ള അഷ്ടദശതി സമ്മേളനവുമാണ് ഇവിടെ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പരിശുദ്ധ മാവാതിരുമനസ്സുകൊണ്ട് പതാക ഉയർത്തി ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിമന്യ താനാസ് തിരുമനസ്സുകൊണ്ട് കൊണ്ടുവന്നതായ വൃക്ഷത്തൈ നട്ട് തുറന്നു നടന്നതായ ഘോഷയാത്ര മലങ്കര സഭയുടെ ശക്തിയും സൗന്ദര്യവും സ്ത്രീകളാണെന്ന് വിളിച്ചോതുന്ന ഒരു സന്തോഷകരമായ ദൈവാനുഗ്രഹപ്രദമായ ഒരു ഘോഷയാത്രയായിരുന്നു. ഈ സമ്മേളനത്തിൽ ഇപ്പോഴേണ്ട 1000-പരം സ്ത്രീകൾ, വനിതകൾ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. രാത്രിയിലും നാളെ രാവിലെയും മറ്റുള്ളവർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മൊത്തം 1500ഓളം പ്രതിനിധികളാണ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. ഇത് 2ാമത് ഗ്ലോബൽ മീറ്റ്. 1ാമത്തെ ഗ്ലോബൽ മീറ്റ് ഡൽഹിയിൽ വെച്ച് നടന്നു. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ് അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ സമ്മേളനത്തെ ആശീർവദിച്ചത്. അന്ന് നമ്മുടെ അൽമായ ട്രസ്റ്റി ശ്രീമാൻ MG ജോർജ് മുത്തൂറ്റിനോട് പറയുണ്ടായി, ഇത്രയധികം സ്ത്രീകൾ എവിടെ നിന്ന് വെച്ചാൽ ഡൽഹിയിൽ വന്നു. ഏതാണ്ട് 3000-പരം മലങ്കര സഭയുടെ സന്തോഷവും കിരീടമാകുന്ന വനിതകൾ ആ ഡൽഹി സമ്മേളനത്തിൽ സംബന്ധിക്കുകയുണ്ടായി. ഇന്ന് അത്രയും സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, താമസ സൗകര്യം കുറവായതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് പ്രസിഡന്റ് തിരുമേനി കൽപ്പന മൂലം ഇത് ലിമിറ്റ് ചെയ്തിരിക്കുക. ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ എന്നുള്ള ക്രമത്തിൽ. ഇവിടെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് മാത്രം 400-പരം വനിതകൾ സംബന്ധിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രമാത്രം ശക്തമായ ഒരു ആത്മീയ സംഘടന നമ്മുടെ സഭയ്ക്കെന്നല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് തന്നെ ഇല്ല. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ വേദിയാണ് അഖില മലങ്കര. ആനന്ദിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഓർക്കണം. ഇന്ന് കുടുംബ ബന്ധങ്ങൾ താർന്നുകൊണ്ടിരിക്കുന്നു, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ചിന്താവിഷയം അഭിമന്യ പ്രസിഡന്റ് സക്രിയാസ് മാർ തേയോഫിലോസ് തിരുമനസ്സ് കൊണ്ട് നമുക്ക് തന്നത്. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ നമ്മുടെ ചിന്താവിഷയം ദൈവവചനത്താലും പ്രാർത്ഥനയാലുള്ള പൗത്രീകരണം. ദൈവവചനത്തിലും പ്രാർത്ഥനയിൽ കൂടി മാത്രമേ തറന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ, ചർച്ചകൾ, സെമിനാറുകൾ, ഈ പ്രോഗ്രാമുകളെല്ലാം നമ്മളാകെക്കൂടി ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന നല്ല നല്ല ക്ലാസ്സുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ കോൺഫറൻസിൽ നിങ്ങൾ വന്നവരായിട്ട് മടങ്ങിപ്പോകാതെ ഈ കോൺഫറൻസ് പൂർണ്ണമായിട്ട് ഇത് പ്രയോജനപ്പെടുത്തണം. ഇവിടെ ചില പരിമിതികൾ ഉണ്ടായേക്കാം. അഭിമന്യ പ്രസിഡന്റ് തിരുമേനി എന്നും പറയും, നമ്മൾ ടൂറിസ്റ്റുകളായിട്ടല്ല വന്നത്, നമ്മൾ തീർത്ഥാടകരാണ്. പരിശുദ്ധ പരിമള തിരുമേനി അന്തിവിശ്രം കൊള്ളുന്ന പവിത്രമായ മണ്ണിൽ വന്നിരിക്കുന്നത് നമ്മൾ തീർത്ഥാടകരായിട്ടാണ്. കുറവുകൾ കണ്ടേക്കാം, ബുദ്ധിമുട്ട് കണ്ടേക്കാം, പ്രയാസം ഉണ്ടായേക്കാം. അതെല്ലാം മറന്ന് എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രകാശം കണ്ടുകൊണ്ട് പ്രാർത്ഥനയോട് ദൈവവചനം അനുഭവിച്ചുകൊണ്ട് ദൈവവചനം പഠിച്ചുകൊണ്ട് എൻ്റെ കുടുംബജീവിതം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൗരാണിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നല്ല കുടുംബമാക്കി ഞാൻ തീർക്കും. എൻ്റെ മക്കൾക്ക് ഞാൻ ദൈവത്തെ കൊടുക്കും. താഴ്മയുടെ വിനയത്തിൻ്റെ ആ വിശുദ്ധ മറിയാമിൻ്റെ ജീവിതം ഞാൻ അനുകരിക്കും. ആഡംബരങ്ങളൊക്കെ മറന്ന് ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ കുടുംബ ഭദ്രത ഊട്ടി ഉറപ്പിച്ച് നല്ലവരായിട്ട് മാതൃകയുള്ള ക്രിസ്തീയ ദമ്പതികളായി, അമ്മമാരായി, സഹോദരിമാരായിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇന്നിവിടെ ആരംഭിക്കുന്ന കോൺഫറൻസ് സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്.
ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ സമ്മേളനം 80ാമത് അഷ്ടദശതി സമ്മേളനം അന്തർദേശീയ ഗ്ലോബൽ മീറ്റ്, 2ാമത്തെ ഗ്ലോബൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടാണ്. ഡൽഹിയിൽ നടന്ന 1ാമത്തെ ഗ്ലോബൽ മീറ്റും അന്ന് നിയുക്ത കാതോലിക്കായിരുന്ന ഈ പിതാവാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തി. ഇത് എൻ്റെ സഭയുടെ സന്തോഷവും എൻ്റെ സഭയുടെ ആഹ്ലാദമായ വനിതകളാണ്, അമ്മമാരാണ്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി വളരെ നേരത്തെ തന്നെ ബാബ തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി വിശ്രമിക്കുകയായിരുന്നു. പതാക ഉയർത്തി പൃഷ്ഠത്തൈ നട്ടു. ഇനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം പിതാവ് നമ്മുടെ മുമ്പാകെ ആഗതനായിരിക്കുന്നു. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ, മലങ്കര മെത്രാപ്പോലീത്തയും പൗലോസ് കാതോലിക്കയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബായെ വളരെ സ്നേഹാദര പുരസ്സരം ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ പ്രസിഡന്റ് അഭിമന്യ സക്രിയാസ്മ തെയോഫിലോസ് തിരുമനസ്സുകൊണ്ടാണ്. വാസ്തവത്തിൽ തിരുമനസ്സുകൊണ്ട് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷമാണ് ഇത് ഇത്രമാത്രം വളർന്നത്. ഇന്ന് മോംസ് എന്ന് പറയുമ്പോൾ MOMS മലങ്കര ഓർത്തഡോക്സ് മർത്തമറിയം സമാജം ഇന്ന് മലങ്കര സഭ എല്ലാ ഭദ്രാസനങ്ങളിലുമുണ്ട്. കേരളത്തിന് പുറത്തും വിദേശത്തുമെല്ലാം തിരുമേനി പോകുന്ന സ്ഥലത്തെല്ലാം പറയുന്ന ഒരു കാര്യം മർത്തമറിയം സമാജത്തെക്കുറിച്ചാണ്. എല്ലായിടത്തും നമ്മുടെ യൂണിറ്റുകളുണ്ട്. 2000-ഓളം യൂണിറ്റുകൾ നമുക്കുണ്ട്. 1,00,000 പേരെ സ്ത്രീകളുണ്ട്. ഇത് കൃത്യമായ കണക്ക് നമുക്കുണ്ട്. ഈ അഷ്ടദശതി പ്രമാണിച്ച് തിരുമേനി തന്നെ ഈ വാക്ക് ജേക്കക്കുരിനച്ചാണ് ഈ വാക്ക് കണ്ടുപിടിച്ച് തന്നത്. അഷ്ടദശതി 80ാം വർഷം. ഇത് നമുക്കൊരു ചാരിറ്റി ആയിട്ട് നമുക്ക് നടത്തണം. കാതോലിക്കൻ്റെ സെൻറ്ററിനെ ആണല്ലോ അടുത്ത വർഷം. അതുകൊണ്ട് ഈ വർഷം നമ്മൾ നടത്തുക മാത്രമല്ല, അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. 80 അർഹരാകുന്ന മർത്തമറിയം സമാജത്തിൻ്റെ മക്കളെ, പ്രയാസമുള്ളവരെ, അവർക്ക് വിവാഹത്തിന് സഹായം കൊടുക്കണം. 80 തയ്യൽ മിഷൻ കൊടുക്കണം. വിധവമാർക്ക് പെൻഷൻ കൊടുക്കണം. 80 പേർക്ക് ചികിത്സാസഹായം കൊടുക്കണം. 80 മർത്തമറിയം സമാജ അംഗങ്ങളുടെ മക്കൾക്ക് ഹയർ സ്റ്റഡീസിന് സഹായം കൊടുക്കണം. ഇത് നോക്കുമ്പോൾ വലിയൊരു പദ്ധതിയാണ്. തിരുമേനി കോടികളുടെ പദ്ധതിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതെല്ലാം നടക്കുവാൻ തക്കവണ്ണമുള്ള പണസമാഹരണം തിരുമേനി കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നോട് കഴിഞ്ഞ ദിവസം സഭാ സെക്രട്ടറി ചോദിച്ചു, ഇതെല്ലാം നടക്കുന്നതാണോ? ഞാൻ പറഞ്ഞു നടക്കും. ഇത് കാതോലിക്കൻ്റെ സെൻറ്ററി അല്ല, ഇത് മർത്തമറിയം സമാജത്തിൻ്റെ അഷ്ടദശതിയാണ്. അതിന് വേണ്ട പണം മുഴുവൻ സമാഹരിച്ച് കഴിഞ്ഞു. ബാബാ തിരുമനസ്സുകൊണ്ട് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് അത് വിതരണം ചെയ്യും. 40-50 വർഷം മർത്തമറിയം സമാജത്തിൽ പ്രവർത്തിച്ച അമ്മമാരെ അതാത് ഭദ്രാസന കേന്ദ്രങ്ങൾ വെച്ച് ഇനി ആദരിക്കുകയും ചെയ്യും. ഇതെല്ലാം തിരുമേനിയുടെ ബുദ്ധിചക്രവാളത്തിൽ വലുതായ ആശയങ്ങളാണ്. അതുകൊണ്ട് തിരുമേനിയുടെ കാലത്താണ് ഗ്ലോബൽ മീറ്റ് ഉണ്ടായത്. അത്തരത്തിൽ ഇതിനെ പരിപോഷിപ്പിച്ച് ഇതിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും ഒരു കൊച്ചു കമ്മിറ്റികളിലും മലബാറിൽ നിന്ന് ഓടിയെത്തി ഒരു രൂപയും വാങ്ങാതെ ഇതിനുവേണ്ടി അധ്വാനിച്ച് ഇതിനുവേണ്ടി പണം സമാഹരിച്ച് ഇതിനെ വിജയിപ്പിക്കുന്ന ഞങ്ങളുടെ സമാജത്തിൻ്റെ പ്രസിഡന്റ് അഭിമന്യനായ സക്കറിയാസ്മ തെയോഫിലോസ് തിരുമേനിയെ അധ്യക്ഷത വേദിയിലേക്ക് വളരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിമന്യ തോമസ് മാർ അത്താനാസ് തിരുമേനി, എനിക്ക് അദ്ദേഹം പിതാവും ഗുരുവുമാണ്. ഞാൻ ശമാശനായിരുന്നപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം എന്നെയാണ് തിരഞ്ഞെടുത്ത് ചെങ്ങന്നൂർ ബദേൽ അർമനിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത് തന്നെ ചില പ്ലാനും പദ്ധതികളുമായിട്ടായിരുന്നു. അവിടെ പൊതേക്കണ്ടം, പൊതേക്കുളം എന്നൊക്കെ പറയുന്നത് അത് ഒരു ലോഡ് മണ്ണ് പദ്ധതി എന്നുള്ള ആശയപ്രകാരം ആ കണ്ടമെല്ലാം വാങ്ങിച്ച് അതുമെല്ലാം മണ്ണിട്ട് നികത്തിയെടുത്ത് ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, അരമന, ഇതെല്ലാം പെട്ടെന്ന് പണിതു. അതുമാത്രമല്ല, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ മലങ്കര സഭയുടെ മാതൃകാ ഭദ്രാസനമാക്കി എല്ലാ അർത്ഥത്തിലും ആത്മീകമായിട്ടും ഭൗതികമായിട്ടും അദ്ദേഹം വളർത്തിയെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച 2 വർഷം
എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട അവസരമായിരുന്നു. ഒരുപാട് പ്രചോദനങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. തിരുമേനിയുടെ ആശയങ്ങളും വളരെ വലുതാണ്. അഭിയന്യ പിതാവിനെ, ചെങ്ങന്നൂർ ഭദ്രാസനാധിപനെ ഈ യോഗത്തിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ സ്നേഹാദര ബഹുമാന പുരസ്സരം പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുംബൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലുസ് മെത്രാപ്പോലീത്ത തിരുമനസ് കൊണ്ട് നമ്മുടെ യോഗത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുമേനി ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആശംസാ പ്രസംഗം നടത്തുന്ന തിരുമേനിയാണ് കേരളത്തിന് പുറത്ത് ബോംബെയിൽ മർത്തമറി സമാജത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി കോൺഫറൻസ് നടത്തുവാൻ ചുക്കാൻ പിടിച്ചത്. അന്ന് എല്ലാവർക്കും പേടിയായിരുന്നു, എങ്ങനെ ബോംബെ പോകും. ഇവിടുന്ന് 3-4 ട്രെയിൻ ക്രമീകരിച്ച് റെയിൽവേ മന്ത്രിയോട് പറഞ്ഞ് വേണ്ട സെക്യൂരിറ്റി എല്ലാം ചെയ്ത് ബോംബെയിൽ നമ്മൾ കോൺഫറൻസ് സംബന്ധിച്ച് വരാം. ബോംബെ ഭദ്രാസനത്തെ നന്നായിട്ട് ഭരിച്ചു നയിക്കുന്ന പരിചയസമ്പന്നനായ അഭിനന്ദനായ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോയിച്ചായന് മലങ്കര സഭയുടെ അഭിമാനമാണ്, മലങ്കര സഭയുടെ സന്തോഷമാണ്, സഭയുടെ തന്നെ ഒരു തേജസ്സാണ്. ഡൽഹിയിലെ കോൺഫറൻസ് നടന്നപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിച്ചു. വെച്ചാൽ പേടിക്കേണ്ട, എന്തു കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം. അവിടെ ഡൽഹിയിൽ നിന്ന് ആ കോൺഫറൻസ് വിജയിപ്പിക്കുവാൻ പ്രാർത്ഥനയോടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒത്തിരി സഹായിച്ചു. ഈ കോൺഫറൻസിനും അദ്ദേഹം വേണ്ടതായ എല്ലാ സഹായങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഡൽഹിയിലെ കോൺഫറൻസിന് എല്ലാവർക്കും കൊടുത്ത മൊമെൻറ്റോ അത് മുത്തൂറ്റിൻ്റെ വകയായിട്ടായിരുന്നു. അതിന് മാത്രമല്ല, ഏത് കാര്യത്തിൽ ചോദിച്ചാലും ആ ഇരിക്കുന്നവർ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഇത് എൻ്റെ സഭയാണ്, എൻ്റെ സഭയിലെ സഹോദരിമാരും അമ്മമാരുമാണ്, നിങ്ങൾ ചോദിക്കുന്ന കുഴപ്പമേ ഉള്ളൂ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന, അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഭയുടെ ആത്മായ ട്രസ്റ്റി ബഹുമാനായ പ്രിയപ്പെട്ട ജോയിച്ചാനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, മലങ്കര സഭ കണ്ട ശക്തനായ ഒരു സെക്രട്ടറിയാണ്, നമുക്കറിയാം. അദ്ദേഹം ദേവലോകം അരമനയിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഞാനും അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 80 ലക്ഷം വന്ന കാതോലിക്ക ദിന പിരിവ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഏതാണ്ട് 3 കോടി കഴിഞ്ഞു. 4 കോടി ആകാൻ പോകുന്നു. എന്ന് കൈയടിച്ചേ. അത് അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വമാണ്. ചുറുചുറുക്കുള്ള, ഓജസ്സും തേജസ്സുമുള്ള മലങ്കര സഭയുടെ യുവത്വത്തിൻ്റെ പ്രതീകമായുന്ന സെക്രട്ടറി കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ഭദ്രാസനങ്ങളിൽ, ഇന്ത്യക്ക് പുറത്തുള്ള ഭദ്രാസനങ്ങളിൽ കൂടെ ട്രസ്റ്റിയും അഭിനന്ദനായ ചെങ്ങന്നൂരെ തിരുമേനിയും ബാബതിരുമേനിയും ഒക്കെ പോകുന്നുണ്ടെങ്കിലും സെക്രട്ടറി ആശയമാണ്. അങ്ങനെ 4 കോടി രൂപയോളം കാതോലിക്കാതിന് പിരിവ് വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വമാണ്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഭയ്ക്ക് പുതിയ മാനങ്ങൾ കണ്ടുപിടിച്ച സെക്രട്ടറി ദൈവം നമ്പുരാൻ നമുക്കന്ന് ഒരു വിലപ്പെട്ട ദാനമാണ്. ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മർത്തമറി സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി അക്കാമ പോള് 1993 മുതൽ ഈ സമാജത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ശ്രീമതി ആലീസ് മാണി ഇതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തൻ്റെ മരണം വരെ പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം 1993 സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞ 18 വർഷം, ഇപ്പോൾ അല്പം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും, കാലിൻ്റെ ഒരു ഓപ്പറേഷൻ ആണെങ്കിലും മറ്റ് ആളുകളുടെ സഹായത്തോട് കമ്മിറ്റിയിലും എല്ലാ മീറ്റിങ്ങിലും വരും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിറഞ്ഞൊരു മനസ്സിൻ്റെ ഉടമയാണ്. മുൻ സഭാ സെക്രട്ടറി ശ്രീ പോൾ മത്തായി സാറിൻ്റെ സഹധർമ്മിണിയാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന CM സ്റ്റീഫൻ്റെ സഹോദര ഭാര്യ കൂടിയാണ്. ഈ മർത്തമറി സമാജത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകൾക്കും അത് സംബന്ധിച്ച് വനിതകൾക്ക് വേണ്ട ആത്മീയമാകുന്ന നേതൃത്വം ഇത്രയും നാൾ കൊടുത്ത ജനറൽ സെക്രട്ടറി ഇന്നും ചൈതന്യമായിട്ട് നമ്മുടെ മുമ്പാകെ പ്രവർത്തിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താം. ജനറൽ സെക്രട്ടറി ശ്രീമതി അക്കാമ ഊളിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
പരിമല സെമിനാരി മാനേർ, നമ്മുടെ അഭിനന്ദനായ യുഹാന റംബാസിൻ്റെ സംഘാടകന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ റംബാസിനോടും ഇവിടുത്തെ മറ്റ് മാനേജർമാരോടും അപ്പോച്ചനോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ 3000 പേരൊക്കെ പോയതാണ്. ഇവിടെ സ്ത്രീകളൊക്കെ വരുമ്പോൾ, ഇവിടെ താമസിക്കുമ്പോൾ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണമേ. റംബാച്ചൻ കലവറയില്ലാത്ത പിന്തുണ, സഹായം, സഹകരണം, നേതൃത്വം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പരിമല സെമിനാരിയുടെ നല്ല പ്രാർത്ഥിക്കുന്ന ഈ ഇവിടുത്തെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മാനേജരെ വന്ദനായ യുഹാനോ റംബാച്ചനെ വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വന്ദനായ KB ജോസഫ് റംബാച്ചന് ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജരാണ്, ധ്യാന മന്ദിരത്തിൽ ചുമതല വഹിക്കുന്ന ആളാണ്. അതുപോലെ വന്ദനായ വൈദികർ, മർത്തണി സമാജത്തിൻ്റെ ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പൊന്നോലച്ഛൻ പ്രവർത്തിക്കുന്നു. അതുപോലെ മറ്റേ അച്ഛന്മാരൊക്കെ ഇതിൻ്റെ കൺവീനറുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അവരെ പിന്നീട് പരിചയപ്പെടുത്തിക്കൊള്ളാം. വേദിയിലും സദസ്സിലും വന്ന് സംബന്ധിച്ച് ഈ യോഗത്തെ ധന്യമാക്കുന്ന എല്ലാ വന്ദരായ വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി സ്വാഗതം അർപ്പിക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാണ്. ഈ മർത്തോറിയൻ സമാജം സഭയുടെ സന്തോഷമായിരിക്കുന്നത്, സഭയുടെ സൗന്ദര്യമായിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് മാത്രമാണ്. ഡൽഹിയിലെ കോൺഫറൻസിൽ അണിഞ്ഞൊരുങ്ങിയ മലങ്കര സഭയുടെ വനിതകളെ കണ്ടപ്പോൾ ലോകസഭാ സ്പീക്കർ മീര കുമാർ പോലും പറഞ്ഞു, ഐ സോ മച്ച് ലൈക്ക് യുവർ സാരി. നമ്മൾ അവർക്കൊരു സാരി എന്ന് കൊടുത്തു. നിങ്ങളുടെ വേഷം കണ്ടിട്ട് അവർക്ക് വളരെ സന്തോഷം. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പറയാൻ തുടങ്ങി. അപ്പോൾ അണിഞ്ഞൊരുങ്ങി ഇവിടെ വന്നിരിക്കുന്ന മാലാഖമാരാണ് നിങ്ങൾ. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് മുഴുവൻ പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പ്രകാശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ സമ്മേളനം ഇടയാകട്ടെ. ദൂരെ നിന്നും ചാരയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ വന്ന, ഇനി വരുവാനിരിക്കുന്ന എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായിട്ട് ചെങ്ങന്നൂർ, നിരണം, മാവേലിക്കര ഭദ്രാസനത്തിലെ മർത്തണി സമാജത്തിൻ്റെ പ്രവർത്തകരാണ് ഇതിന് വേണ്ട ക്രമീകരണമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ചുമതലയിലാണെങ്കിൽ പോലും. അതുപോലെ പരിമല സെമിനാരിയിലെ സ്റ്റാഫ്, ഇതിന് ചുറ്റുപാടുള്ള അനേകം ആളുകൾ ഇതിനുവേണ്ടി ഒത്തിരി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. സഭയെയും സമൂഹത്തെയും പുത്തൻ തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വന്യ വ്യക്തിത്വമാണ് അഭിവന്യ സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ നവജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ചിരകാല സ്വപ്നം പൂവണിയുന്നതിന് ചുക്കാൻ പിടിച്ച തിരുമനസ് മീറ്റിംഗിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. അഭിവന്യ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി ചെങ്ങന്നൂർ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിനയ ധാനാസി അൽമായ ട്രസ്റ്റി MG ജോർജ് മുത്തൂറ്റ്, ഡോക്ടർ ജോർജ് ജോസഫ്, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരികളെ, സഹോദരങ്ങളെ, 1930 മുമ്പ് സഭയിലെ സ്ത്രീകളുടേതായ പേരിൽ പല ഇടവകളിലും ചെറിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. 1931 എന്നാൽ അതൊരു സംഘടനയായി. അതിൻ്റെ വെളിച്ചത്തിലാണ് 80ാം വർഷമായിട്ട് ഈ വർഷം ആചരിക്കുന്നത്. വൈദിക സെമിനാരി വൈസ് പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛനോട് പറഞ്ഞു, ചെയ്തതിന് പറ്റിയൊരു പേര് വേണം. നവതി ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയതായ ഒരു വാക്കാണ് അഷ്ടദശതി എന്ന് പറയുന്നത്. ഈ ഒരു വർഷക്കാലം അഷ്ടദശതി വർഷമായി ആചരിക്കുക. ഇത് ഈ വാർഷിക കോൺഫറൻസ് കേരളത്തിന് പുറത്ത് വെച്ച് നടത്തണമെന്നായിരുന്നു സമാജങ്ങളുടെ കമ്മിറ്റിയിൽ എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ വെളിച്ചത്തിൽ മദ്രാസാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയി പള്ളികളിലെ
സെക്രട്ടറിമാരുടെ എല്ലാം മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അവിടുത്തെ തിരുമേനിയുടെ അനുവാദത്തോടെ ഒരു സാമ്പത്തികമായ പ്രയാസം പറഞ്ഞുവെങ്കിലും സാരമില്ല, നമുക്ക് നടത്താമെന്നുള്ളൊരു ധൈര്യം കൊടുത്തു. 1000 പേരെ ഉൾക്കൊള്ളുവാനുള്ളൊരു സ്ഥലം മദ്രാസിലില്ല എന്നുള്ള ദുഃഖകരമായ സംഗതിയുടെ വെളിച്ചത്തിൽ പിന്നുള്ളത് അടുത്തുള്ള പോണ്ടിച്ചേരി, അവിടെ ഒരു കോൺഫറൻസ് ഹാളുണ്ട്. പക്ഷെ അവിടെ ഒരു കോൺഫറൻസ് നടത്തണമെങ്കിൽ ഏകദേശം 30 ലക്ഷം രൂപയോളം ചെലവ് വരും. അങ്ങനെയുള്ളൊരു കോൺഫറൻസ് ഒരു പാപമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് മടങ്ങി വരുവാനിടയായത്. ഒടുവിൽ ഇവിടെ ഈ കോൺഫറൻസ് നടത്തുമെന്നുള്ളൊരു ചിന്ത എപ്പോഴും അഭയം പ്രാപിക്കുന്ന പരുമലയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഈ മല പ്രാർത്ഥിക്കുവാൻ പറ്റിയ മലയാണ്. ഈ മലയിലിരുന്ന് ഒരു മാമുനി പ്രാർത്ഥിച്ചിരുന്നു. പരുമല തിരുമേനിയുടെ പരിശുദ്ധി മാത്രമല്ല, അനേകം വിശുദ്ധന്മാരും ശുദ്ധിമതികളും കടന്നു വന്ന ഈ മലയിൽ കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ട് ഈ മലയുടേതായ ശക്തിയും ഭക്തിയും വർദ്ധിക്കുകയുണ്ടായി. ഈ വർഷം നമ്മൾ ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത്, ഓരോ വർഷവും പഠന വിഷയമായി എടുക്കുന്ന പുസ്തകത്തിലെ ഒരു വാക്യമാണ്. 1 തീമോത്തിയോസും ഫിലേമോനുമാണ് പഠിക്കുവാനായിട്ടുള്ളത്. തീമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ 1-ാം പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം, പ്രാർത്ഥനയാലും ദൈവവചനത്താലുമുള്ള വിശുദ്ധീകരണം എന്നുള്ളതാണ്. ഈ വാക്യം പഠിക്കുവാൻ പറ്റിയത്, അഭ്യസിക്കുവാൻ പറ്റിയൊരു കളരിയാണ് പരുമല എന്ന് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിലാണ് കോൺഫറൻസ് ഇവിടെ നടത്തുവാനായിട്ട് തീരുമാനമെടുത്തത്. പരുമലയിലൊരു കോൺഫറൻസ് നടത്താമെങ്കിലും പരുമലയുടെ അടുത്തുള്ളതായ 3 ഭദ്രാസനങ്ങൾ, ചെങ്ങന്നൂർ, മാവേലിക്കര, നിരണം, ഈ ഭദ്രാസനങ്ങളിലെ ചുമതലപ്പെട്ട സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി, ഇത് നിങ്ങൾക്കിവിടെ നടത്തി തരാമോ എന്നവരോട് ചോദിക്കുകയുണ്ട്. വലിയ സാമ്പത്തിക പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ ഇവിടെ നടത്താമെന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഈ കോൺഫറൻസ് ഇവിടെ ഇപ്പോൾ നടക്കുവാനിടയായി. ഈ 3 ഭദ്രാസനങ്ങളെ മെത്രാപ്പോലിത്തന്മാരോടും ചുമതലപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുകയാണ്. പരുമലയിൽ നമ്മൾ സാധാരണ കടന്നു വരാറുള്ളത് തീർത്ഥാടകരെ പോലെയാണ്. പക്ഷെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, നമ്മൾ സഞ്ചരിക്കുന്നത് ടൂറിസ്റ്റ് ബസ്സിലുമായിരിക്കും. ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിക്കുന്ന പിൽഗ്രീംസ് ആയിരിക്കുന്ന നമ്മൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ, ഈ പഠനത്തിലൂടെ യഥാർത്ഥ തീർത്ഥാടകരാണെന്ന് തിരിച്ചറിയുവാനും അതിനുള്ളതായ അവസരമായി ഈ ദിവസങ്ങളെ വേർതിരിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഡൽഹിയിൽ അഴിമതിക്കെതിരെ ഒരു മനുഷ്യൻ സത്യാഗ്രഹമിരിക്കുന്നുണ്ട്. ഭാരതത്തെ അഴിമതി രഹിതമാക്കി തീർക്കാമെന്നുള്ള സ്വപ്നമാണ്. പക്ഷെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാകുന്നതായൊരു ചിത്രമായിരിക്കും വരുന്ന ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പിൻഗാമിയായി അവരോധിച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനം നാടിനെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുന്നതെന്നറിയില്ല. ഏതായാലും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. അഴിമതിയില്ലാത്ത ജീവിതം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. വ്യക്തികൾ അഴിമതിരഹിതരായി തീരട്ടെ, വിശുദ്ധരായി തീരട്ടെ. ഈ നാടിനെ നമുക്ക് വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. കോൺഫറൻസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളെല്ലാം കണ്ടപ്പോൾ പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് പറയുണ്ടായി, അടുത്ത അസോസിയേഷനിൽ കാണേണ്ടവരാണല്ലോ നിങ്ങളെന്ന്. ഒരുപക്ഷെ ഇത് അസോസിയേഷൻ്റെ ഒരു പ്രീ അസോസിയേഷനായിട്ട് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. അസോസിയേഷനിലും കടന്നു വരുമ്പോൾ ഹസാരെ പോലെയുള്ളവർ ഈ സഭയെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള സമരം പ്രഖ്യാപിക്കാതിരിക്കാൻ ശുദ്ധിമതികളായി ദൈവമാതാവിൻ്റെ മധ്യസ്ഥ യാചിക്കുന്ന നല്ല മക്കളായി തീരുവാൻ ഈ പ്രാർത്ഥനയിലൂടെ പഠനത്തിലൂടെ സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അഭിനയ ഥാനാസ്യോസ് തിരുമേനി
സന്തോഷത്തിൻ്റെ പ്രതീകമായി ഓർമ്മ നിലനിർത്തുവാനായി രണ്ട് വേപ്പിൻ്റെ തൈകൾ കൊണ്ടുവരികയുണ്ടായി. മരത്തെ കണ്ടുപഠിക്കണം. മരം മുകളിലോട്ട് നോക്കിയാണ് വളരുന്നത്. മുകളിലോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മരം തരുന്നതായ വരമാകുന്ന പ്രാർത്ഥന പലപ്പോഴും നമ്മിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. പ്രാർത്ഥനാ സംഘങ്ങൾ കൂടുന്നുവെങ്കിലും പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്. വേദപുസ്തകത്തിൻ്റെ പ്രതികൾ കൂടുതലായി പ്രിൻ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും വേദപുസ്തകം വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇതിനൊരു പരിഹാരമായി ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് സഭയുടെ നഷ്ടപ്പെട്ടു പോയ കലയായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രയർ ഈസ് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് ദ ചർച്ച്. ഇതിനെ വീണ്ടെടുക്കുവാനും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളുമായി നമ്മുടെ സഭയിലെ അംഗങ്ങളായിത്തീരുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ ഇടയാകട്ടെ. 3 ദിവസം സ്ഥലകാല പരിമിതികളെ മറന്നു ഗലീലയിലെ ആ നസ്രായനായ യേശുവിൻ്റെ മുമ്പിൽ 5000 പേരോളം സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ഇത്രയും സൗകര്യമില്ല, ഇത്രയും അറേഞ്ച്മെൻ്റൊന്നുമില്ല, ഇത്രയും പേരുടെ സഹകരണമില്ല. എങ്കിലും 3 ദിവസം വിശപ്പും മറന്നു, ദാഹവും മറന്നു, ക്ഷീണവും മറന്നു അവർ കർത്താവിലായിരുന്നത് പോലെ ഇത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുന്നൊരു അനുഭവമായി. സ്ഥലകാല പരിമിതികളെ മറന്നവിടെ കൂടിയതായ തീർത്ഥാടകരെ പോലെയുള്ളൊരു തീർത്ഥാടനമായി തീരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുക. നമ്മളിവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് മറ്റുള്ളതായ കോൺഫറൻസിൽ കാണുന്നതായ സൗകര്യങ്ങളോ ഒന്നും കിട്ടണമെന്നില്ല. തീർത്ഥാടകരെ പോലെയാണ്. ഇവിടെ പണ്ടൊരു തീർത്ഥാടകൻ താമസിച്ചിരുന്നു. ആ തീർത്ഥാടകൻ്റെ മക്കളായി, പരിമല തിരുമേനിയുടെ മക്കളായി ഇവിടെ കൂടി വന്നിരിക്കുന്ന തീർത്ഥാടകന് പരാതിയില്ല, പരിമിതിയില്ല, പിറുപിറുപ്പില്ല. അങ്ങനെയുള്ളതായ 3 ദിവസം ഉണ്ടാകുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ 80-ാം വർഷത്തെ വാർഷിക സമ്മേളനവും 2ാം ഗ്ലോബൽ മീറ്റും ഇതിനെ തുടർന്നുള്ളതായ അഷ്ടദശതി ചാരിറ്റിയും ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഫറൻസിൻ്റെ ആരംഭത്തിലും പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. ചാരിറ്റിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സാന്നിധ്യം, പ്രാർത്ഥന ഈ പ്രസ്ഥാനത്തിന് എന്നും ഒരു അനുഗ്രഹമാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയോടുള്ളതായ പ്രത്യേകമായ സ്നേഹവും ആദരവും പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഈ കോൺഫറൻസിനെ കേട്ടതായ അവസരത്തിൽ പുണ്യ കൂറുലോസ് തിരുമേനി ഇതിൽ സംബന്ധിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം ദൂരെ നിന്ന് വരുന്നത് പ്രയാസമാണ്. എങ്കിലും ഏതായാലും ശരി, അധ്യക്ഷവേദി പ്രത്യേകിച്ച് ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് അല്പസമയം സംസാരിക്കാവുന്ന തിരുമേനി സമ്മതിച്ച് ഇവിടേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. 3 ഭദ്രാസനങ്ങൾ, ചെങ്ങന്നൂർ, നിരണം, മാവേലിക്കര ഭദ്രാസനങ്ങൾ അധിപന്മാർ പല സമയത്തായിട്ട് ഈ കോൺഫറൻസിൽ സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനാധിപനായ അഥാനാസ്യോസ് തിരുമേനിയാണ്. മരം ഒരു വരമായി കണ്ടുകൊണ്ട് മരം വെട്ടി വസിപ്പിക്കുന്നതായ ഈ യുഗത്തിൽ മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല മരങ്ങളായി തീരുവാൻ, സഞ്ചരിക്കുന്ന മരങ്ങളായി തീരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. MG ജോർജ് മുത്തൂറ്റ് ഡൽഹിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഞാനിതിന് വരണോ? സഭയുടെ സ്ഥാനി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, നിർബന്ധമായും വരിക, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് വന്നതായ MG ജോർജിനോടുള്ളതായ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസോസിയേഷൻ സെക്രട്ടറി ജോർജ് ജോസഫ് ആരംഭത്തിലെ മീറ്റിങ്ങിൽ അവസാനത്തെ ചാരിറ്റിയുടേതായ അവസരത്തിലും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നതിനുള്ളതായ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. റംബാച്ചൻ്റെ കോർഡിനേഷനാണ് ഇതിവിടെ നടത്തുവാനായിട്ട് ഇടയായത്. മലബാർ ഭദ്രാസനത്തിലെ അംഗമെന്നുള്ള നിലയിൽ എന്നോടുള്ളതായ വാത്സല്യവും
അതിനേക്കാൾ ഉപരിയായി ഏൽക്കുന്ന കാര്യം ഭംഗിയായി നിർവഹിക്കുന്നതായ ഒരു ചാതുര്യവുമാണ് ഇതിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. റമ്പാച്ചനും തുടർന്നുള്ള എല്ലാവരുടെയും സഹകരണം ഇതിന് അനുഗ്രഹമാണ്. ഞാൻ പരിശുദ്ധ സിനോദോസ് 5 വർഷത്തേക്കാണ് ഒരു മെത്രാപ്പൊലീത്തായ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിട്ട് നിയോഗിക്കുന്നത്. ചാർജ് എടുത്തതായ ആ വർഷം തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ തിരുമേനി, ഞാൻ ഒത്തിരി വർഷമായി ഇതിൽ തുടരുകയാണ്. പണ്ട് ശീമോൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് മടക്കി വിടണമേ. ഞാൻ പറഞ്ഞു, പറ്റുന്ന ഒരാളിനെ കണ്ടെത്തുന്നത് വരെ അല്പം കൂടെ താമസിക്കുക. യഹോഭക്തന്മാർക്കൊന്നും മുട്ടില്ല എന്ന് പറയും. മുട്ടിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ യഹോവ ഭക്തയായി തീർന്നിരിക്കുന്നതായ അവസരമാണ്. ഇങ്ങനെ എല്ലാവരുടെയും പ്രവർത്തനമാണ് ഇതിന് അനുഗ്രഹമായി തീരുന്നത്. കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനിച്ചു പുതിയൊരു സെക്രട്ടറിക്ക് വരുവാനുള്ളതായ സമയമാണ്. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് അത് പ്രഖ്യാപിക്കുന്നതുമായിരിക്കും. ഏതായാലും സമാജത്തിൻ്റെ പ്രവർത്തനം സഭയ്ക്ക് അസറ്റായി തീരുവാനായി, അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ 3 ദിവസങ്ങൾ നിങ്ങളുടെ പരാതികളും പെറുപെറുപ്പുകളും എല്ലാം മറച്ചു വെച്ചുകൊണ്ടൊരു തീർത്ഥാടക എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കേട്ടതായ 5000-ൽ പരം ജനങ്ങളെ പോലെ അതിലൊരാളായി തീർന്നുകൊണ്ട് ഇതിനെ അനുഗ്രഹിക്കുവാൻ എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട്, സാധാരണ പറയും എന്തെങ്കിലും കുറവ് വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയിലെ കുറവായിരിക്കും. അതാരും പറയാതിരിക്കുവാനായി കൂടുതലായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വൈസ് പ്രസിഡൻ്റായിരിക്കുന്നതായ ശങ്കരത്തിലച്ച് എൻ്റെ കമ്മിറ്റിക്കാർ എല്ലാവരോടുമുള്ളതായ സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദിവ്യ വെളിച്ചത്തിന്റെ തിരുനാളം നമ്മുടെ അന്തരാളങ്ങളിലേക്ക് ഏറ്റുവാങ്ങി നിലവിളക്ക് കൊളുത്തി സമ്മേളനം പ്രകാശപൂരിതമാക്കുന്നത് സഭയെ നവീന ദർശനത്തോടെ പരിപാലിക്കുന്ന അജപാലകനും പ്രതിസന്ധി വളരാതെ പ്രാർത്ഥനയിലൂടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ നയിക്കുന്ന കാര്യദർശിയുമായ പരിശുദ്ധ കാതോലിക്ക ബാവയാണ്. ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി, വനിതാ സമാജ സംഘടനയുടെയും പ്രസിഡൻറ്റും ഇന്നത്തെ അധ്യക്ഷനുമായിരിക്കുന്ന മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനി, ബോംബെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, നമ്മുടെ സഭയുടെ അൽമായ ട്രസ്റ്റി ആയിരിക്കുന്ന MG ജോർജ് മുത്തൂറ്റ്, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവി അലങ്കരിക്കുന്ന ശ്രീമതി അക്കാമ പോൾ, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജോൺ ശങ്കരത്തിലച്ചൻ, ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ആശംസാ പ്രസംഗകർ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന
സഹോദരികളെ, സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ സഭയിൽ വാർഷിക സമ്മേളനങ്ങളും മഹായോഗങ്ങളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇത്രയും നിറവുള്ള ഒരു സദസ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അസോസിയേഷൻ യോഗം കൂടുമ്പോൾ എല്ലാവരും കൃത്യസമയത്ത് വന്നു ചേരും, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കടക്കാൻ ഒക്കുകയില്ല. ഒരോട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. അതൊഴിച്ചാൽ ആത്മീയ സംഘടനകളുടെ ഏത് വാർഷിക സമ്മേളനവും ആരംഭിക്കുന്ന ദിവസം അല്ലെങ്കിൽ ആദ്യ സമ്മേളനം എന്ന് പറയുന്നത് ശുഷ്കമായിരിക്കും. പിന്നീട് വന്നും പൊഴിഞ്ഞു വന്നും ഒക്കെ അത് കുറേയൊക്കെ നിറയാറുണ്ട്. പക്ഷേ മർത്തമണി വനിതാ സമാജത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് സമയകൃത്യത, ചിട്ട, പറയുന്നത് അതുപോലെ ഉൾക്കൊള്ളാനുള്ള വിശാല ഹൃദയം. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ കാണുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നൊന്നും എനിക്ക് ഇപ്പോഴൊരു രൂപവുമില്ല. എങ്കിലും മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സഭയിൽ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, സ്ത്രീ ശാക്തീകരണമെന്ന്. സ്ത്രീകളെ ശാക്തീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പലപ്പോഴും ആ പദം കേൾക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു നൊമ്പരമാണ് ഉണ്ടാകുന്നത്. സ്ത്രീയുടെ ശക്തി സ്ത്രീ തിരിച്ചറിഞ്ഞാൽ മതി. ആരും നിങ്ങളെ ശാക്തീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എൻ്റെ മനസ്സ് വിളിച്ച് പറയുന്നില്ല. സ്ത്രീകൾ ശക്തരാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിയുമ്പോൾ സമൂഹമായാലും കുടുംബമായാലും സഭയായാലും സംഘടനയായാലും അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. മർത്തമറിയം വനിതാ സമാജം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിവന്യ സക്കറിയാസ് മാർ തെയോഫിലോസ് തിരുമേനിക്ക് മർത്തമറിയം വനിതാ സമാജം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തക്കവണ്ണമുള്ള ഒറ്റമൂലി ധാരാളമുണ്ട്. ആ ഒറ്റമൂലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മറ്റാരുടെയും തലച്ചോറിൽ ചെന്നെത്താത്ത ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് ആയിരക്കണക്കിന് ദരിദ്രരെയും സാധുക്കളെയും സംരക്ഷിക്കുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ശക്തിയുള്ളവരാണ്. പക്ഷേ ആ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. ആ ശക്തി തിരിച്ചറിയുമ്പോൾ തീർച്ചയായും അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ മർത്തമറിയം വനിതാ സമാജം ഇപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഡൽഹിയിൽ ഒരു ഗ്ലോബൽ മീറ്റ് നടത്തി. അവിടെ അവർ പ്രതീക്ഷിച്ച ആൾക്കൂട്ടത്തേക്കാൾ 100% വർധനവ് അപ്രതീക്ഷിതമായിട്ട് അവിടെ ഉണ്ടായി. എൻ്റെ ഭദ്രാസനത്തിൽ നിന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിനിലാണ് ഞങ്ങളുടെ സ്ത്രീ സ്ഥാനാർത്ഥികൾ പോയത്. അവരവിടെ പോയതും തിരിച്ചു വന്നതൊക്കെ പ്ലെയിനിലായിരുന്നു. കാരണം പഴഞ്ഞിപ്പള്ളിയുടെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് സമ്മേളനം അവസാനിക്കുന്നത്. അവർക്ക് ഡൽഹി സമ്മേളനം ഉപേക്ഷിച്ചുകൂടാ, പഴഞ്ഞിപ്പള്ളി പെരുന്നാളും ഉപേക്ഷിച്ചുകൂടാ. ഈ പ്രതിസന്ധി വന്നപ്പോൾ ഒത്തിരി പേര് പ്ലെയിനിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ശക്തിയുള്ളവരാണ്. ആ ശക്തി തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സഭയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ട്. അത് വസ്തുതയാണ്. ആ വസ്തുത ഇപ്പോൾ മേൽപ്പട്ടക്കാരും പട്ടക്കാരും പുരുഷ വിഭാഗങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, പവിത്രത എന്നുള്ളതാണ്
ചിന്താവിഷയം എന്ന് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പവിത്രത, ലോകത്തെ പവിത്രീകരിക്കാൻ ദൈവം പ്രകൃതിയിൽ തന്നെ പല മെക്കാനിസവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ലോകത്തെ പവിത്രീകരിക്കാൻ ദൈവം ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് മരങ്ങളിലുള്ള ഇലകൾ. ഈ അന്തരീക്ഷം മലിനീകരിക്കുമ്പോൾ മരങ്ങളിലുള്ള ഇലകൾ സ്വാഭാവികമായും ഓക്സിജൻ പുറപ്പെടുവിച്ച് ഈ അന്തരീക്ഷത്തിലെ മലിനവായുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള സംവിധാനം അതിനുണ്ട്. അതുകൊണ്ട് മരം നടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉത്ഭവിക്കുന്നത് മരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രാണവായുവാണ്. പ്രാണവായു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതിന് പ്രാണവായു പുറത്തേക്ക് വിടുവാനുള്ള സംവിധാനം ആവിഷ്കരിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ലോകത്തെ പവിത്രീകരിക്കാൻ, അന്തരീക്ഷത്തെ പവിത്രീകരിക്കുവാൻ ദൈവം പ്രകൃതിയിൽ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ആവിഷ്കരിച്ചതിൻ്റെ ഒരു വലിയ തെളിവെന്ന് പറയുന്നതാണ് മരത്തിലുള്ള പച്ച ഇലകൾ. കുട്ടികൾക്കതറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇലകൾ പ്രാണവായുവിനെ പുറത്തേക്ക് പുറന്തള്ളുന്നത് എന്ന്. മനുഷ്യ ശരീരത്തെ പവിത്രീകരിക്കാൻ പല മെക്കാനിസവും ഉണ്ട്. നിങ്ങൾക്കറിയാം വൃക്കരോഗം. വൃക്കയുടെ ജോലി എന്താണ്? നമ്മുടെ ശരീരത്തിനുള്ളിൽ അശുദ്ധ രക്തമുണ്ട്, വിശുദ്ധ രക്തമുണ്ട്. വിശുദ്ധ രക്തം നമ്മുടെ സിരകളിലൂടെ കുറേ ഓടിക്കഴിയുമ്പോൾ അത് അശുദ്ധമായി തീരും. ആ അശുദ്ധ രക്തത്തെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ ദൈവം തന്നെ മനുഷ്യൻ്റെ ശരീര പ്രക്രിയയിൽ തന്നെ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. പവിത്രത മനുഷ്യന് ആവശ്യമാണ്, പവിത്രത അന്തരീക്ഷത്തിന് ആവശ്യമാണ്. എന്നാൽ എൻ്റെ മനസ്സിനെ പവിത്രീകരിക്കുവാനുള്ള മെക്കാനിസം എന്താണ്? എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കുവാനുള്ള മെക്കാനിസം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൃക്കകളുടെ ഉപയോഗം. ആ വൃക്കകളുടെ ഉപയോഗം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് എന്ന് പറയുന്ന യന്ത്ര മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ എന്നെ പവിത്രീകരിക്കുവാൻ, നല്ല മനസ്സിൻ്റെ ഉടമകളാകുവാൻ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ദൈവവചന പാരായണം, മറ്റൊന്ന് പ്രാർത്ഥന. ദൈവവചന പാരായണവും പ്രാർത്ഥനയും കൂടിച്ചേരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ, മനുഷ്യൻ്റെ ഹൃദയത്തെ പവിത്രീകരിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അതിലുണ്ടെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പോരാളിയായിരിക്കുന്ന പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ഈ പവിത്രത നിങ്ങളുടെയും എൻ്റെയും മനസ്സിനകത്ത് ഉണ്ടാകണം. അപ്പോൾ നല്ല വാക്കുകൾ നമുക്ക് വരും. നമ്മുടെ മനസ്സ് പവിത്രീകരിക്കുമ്പോൾ സൽചിന്തകളുണ്ടാകും, നല്ല ആശയങ്ങളുണ്ടാകും, സൽപ്രവർത്തികളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ലോകം പരിമളം കൊണ്ട് നിറയും. ഞാനൊരു 2 മണിക്കൂർ മുമ്പ് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വീട്ടമ്മയുമായി അല്പസമയം സംസാരിച്ചു. ഇവിടെ വെച്ച് പല കാര്യങ്ങളും അവർ പറഞ്ഞ ഒരു കാര്യം, അവരെ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളരുകയും മാർത്തോമാ സഭയിലേക്ക് വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തൊരു വീട്ടമ്മയാണ്. അവർ പറഞ്ഞു, തിരുമേനി, ദശാംശം കൊടുക്കണമെന്ന് പുരോഹിതന്മാരും മേൽപ്പട്ടക്കാരുമൊക്കെ വളരെ ശക്തിയായി ഞങ്ങളെ ഉപദേശിക്കുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കിട്ടുന്ന ഡോളർ എത്രയായിരിക്കും? ആ കിട്ടുന്ന ഡോളറിൽ ഇതിൻ്റെ 10-1 കൊടുക്കണമെന്ന് ഉള്ള ആശയത്തെക്കാൾ ഉപരി അവർ പറഞ്ഞ മറ്റൊരാശയമുണ്ട്. എൻ്റെ ജീവിതത്തിലെ സമയങ്ങളുടെ ദശാംശം ഞാൻ ദൈവികമായി ചെലവഴിക്കുവാൻ സന്നദ്ധയാണെന്ന്. പുതിയ ആശയമൊന്നുമല്ല. എനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് 10-1 കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി
ഞാൻ അധ്വാനിക്കുന്ന സമയം, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ആയുസ്, ആ സമയത്തിൽ തന്നെ 10-1 സമയം ഞാൻ ഈശ്വര വേലയ്ക്ക് വേണ്ടി, ഈശ്വര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് ഉദ്ഘാടന പ്രസംഗമാണെങ്കിൽ ഉദ്ഘാടന പ്രസംഗം, ആശംസാ പ്രസംഗമാണെങ്കിൽ ആശംസാ പ്രസംഗം, ഏതിൽ വേണമെങ്കിൽ നിങ്ങൾ വരവ് വെച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. എനിക്ക് പറയാനുള്ളത്, ഈ 4 ദിവസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളിലേക്ക് ഉൾക്കൊണ്ട് നിങ്ങളുടെ ഹൃദയവും മനസ്സും വാരി നിറച്ച് ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഇൻപുട്ട്, ഇവിടെ നിന്ന് ലഭിച്ച ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് വാരി നിറച്ച ചിന്തകൾ, ആശയങ്ങൾ, അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ചെന്നെത്തുമ്പോൾ ഔട്ട്പുട്ടായിട്ട് പുറത്തോട്ട് വരണം. നിങ്ങൾ ശക്തിയുള്ളവരാണ്. ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. ഒരു കുടുംബത്തെ നല്ലതുപോലെ വളർത്തി വലുതാക്കുന്ന, അതിനെ ഫ്രെയിം ചെയ്യുന്ന, അതിൻ്റെ ആ പങ്കാളിത്തത്തിൽ മറ്റാരേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വിചാരിച്ചാൽ സാധിക്കും. നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. കുട്ടികളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കുവാനുള്ള ആ ഒരു ചുമതല വരുമ്പോൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ കലവറയാണ്. നിങ്ങളുടെ മനസ്സ് ഒരു പുരുഷ മനസ്സിനേക്കാളും ഒക്കെ രഹസ്യങ്ങളുടെ കലവറയാണ്. ഈ രഹസ്യങ്ങളുടെ കലവറയായിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകൾ മുഖാന്തിരം നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ, അത് നിങ്ങൾ ഔട്ട്പുട്ടായി നല്ല തലമുറ, നല്ല വീട്, നല്ല സഭ, നല്ല സമൂഹം, ഇതിനെ വളർത്തി വലുതാക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ദീർഘിപ്പിക്കുന്നില്ല. മലങ്കര സഭയുടെ മർത്തമറിയം വനിതാ സമാജം സഭയ്ക്കൊരു വലിയൊരു അഭിമാനകരമായ വിധത്തിലാണ് പ്രവർത്തിച്ച് മുന്നേറുന്നത്. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഓരോ ഭദ്രാസനത്തിലും ഓരോ ഇടവകയിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന അനേക നല്ല പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ട് ഈ സഭയ്ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഈ സഭയിൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തെ തിരിച്ചറിയുന്ന തലമുറയെ വാർത്തെടുക്കാനൊക്കും. അതുപോലെ തന്നെ നല്ല ഒരു നോബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, അതിനെ നിങ്ങൾക്ക് ക്രമപ്പെടുത്തി സമൂഹത്തെ തന്നെ വളരെ നല്ല ശോഭയുള്ള സമൂഹമാക്കി തീർക്കുവാൻ കഴിയും. ഇതാ വരുന്നു ഇനിയും നമ്മുടെ മെമ്പേഴ്സ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഓഡിറ്റോറിയമൊക്കെ വീണ്ടും പൊളിച്ചു പണിയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളുടെ ഉത്സാഹം, നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ഇതിനോടുള്ള ആഭിമുഖ്യം, ലോകത്തിൻ്റെ എല്ലാ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും പരിശുദ്ധ പരിമല തിരുമേനിയുടെ അടുത്ത് കടന്നു വന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുകയും ബാക്കി കാര്യങ്ങൾ പരിമല തിരുമേനിയിൽ നിന്ന് പഠിക്കുകയും നിങ്ങൾ പരിമല തിരുമേനിയോട് രഹസ്യമായി സംസാരിക്കുകയും അങ്ങനെ പലതുണ്ട് ഈ 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ. അതെല്ലാം നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ സംഘടന വളർന്ന് അത് സമൂഹത്തിൽ ഒരു വലിയ ഒരു പരിവർത്തനം നൽകുന്ന ഒരു സംഘടനയായി മുന്നേറുന്നു. അത് ഇനിയും മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആവശ്യകതയും മാർഗവും ബോധ്യപ്പെടുത്തി പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ശക്തമായ വചസ്സുകൾക്ക് തിരുമനസിന്റെ പാദത്തിൽ ഹൃദയപൂർവ്വം കൃതജ്ഞത സമർപ്പിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. പൂനെയിൽ നിന്നും വന്ന ലീലാമ പോത്തനെ അന്വേഷിച്ച് മോനി എബ്രഹാം ധ്യാന മന്ദിരത്തിൽ കാത്തു നിൽക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആദ്യമായി ചെങ്ങന്നൂർ ഭദ്രാസന അധിപൻ അഭിവന്യ തോമസ് മാർ അത്താനോസ് തിരുമനസിനെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അഖില മലങ്കര മർത്തമറി സമാജത്തിൻ്റെ
പ്രസിഡന്റ് അഭിനന്ദനായ തേഫിലോസ് തിരുമേനി, ബോംബെ ഭദ്രാസനത്തിൻ്റെ അഭിനന്ദനായ കൂർലോസ് തിരുമേനി, മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിനന്ദനായ ബക്കോമിയോസ് തിരുമേനി, പുതുതായി രൂപം കൊണ്ട റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അഭിനന്ദനായ നിക്കോദമോസ് തിരുമേനി, അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ്, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ജോർജ് ജോസഫ്, വൈദിക ശ്രേഷ്ഠരെ, പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു വരുന്ന അക്കാമ പോൾ, മലങ്കര സഭയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നുള്ള മാർത്തമറി സമാജാംഗങ്ങളെ, സുഹൃത്തുക്കളെ, മലങ്കര സഭയുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാകുന്നു മാർത്തമറിയം വനിതാ സമാജം. സഭയിലും സമൂഹത്തിലും കുടുംബം സൂക്ഷിക്കുന്ന ഒരു ഘടകമാകുന്നു എന്നത്രയും. മാതാ പിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യം പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്ത്രീത്വത്തിൻ്റെ അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ പാവനമായ സ്ഥാനവും പ്രാധാന്യവുമാണ്. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1:5 പൗലോസ്ലീഹ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, ആ വിശ്വാസം ആദ്യം നിൻ്റെ വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുവെന്ന്. ആദിമസഭയുടെ പാരമ്പര്യവും വിശ്വാസവും അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനായി ആ കാലഘട്ടങ്ങളിൽ മാതാക്കൾ കാണിച്ച ഉത്സാഹവും താല്പര്യവും ദൈവഭക്തിയുമായിരുന്നു സഭയുടെ വളർച്ചയ്ക്ക് നിദാനമായത്. ആ വിശ്വാസവും കരുത്തും ദൈവത്തെയും സഭയെയും തള്ളിപ്പറയാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ മാത്രമല്ല, രക്തസാക്ഷികളാകാൻ പോലും കരുത്തുള്ളവരാക്കി അവരെ തീർത്തു. മലങ്കര സഭയുടെ ചരിത്ര വളർച്ചയിലും മാതൃത്വത്തിൻ്റെ സദ്ഗുണങ്ങൾ വളരെയധികം പ്രയോജനവും ആവേശവുമായിട്ടുണ്ട്. വലിയമാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ഭരണകാലത്തുണ്ടായ പ്രതിസന്ധിയിൽ സഭയെ സഹായിക്കുവാൻ കാണിച്ച ഉത്സാഹവും ആവേശവും, ദേവലോകം അരമന ചാപ്പലിൻ്റെ കാര്യത്തിൽ പ്രവർത്തിപ്പിച്ച താല്പര്യവും മാർത്തമറിയം സമാജം സഭയുടെ അവിഭാജ്യ ഘടകം തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ തലമുറകൾ ലക്ഷ്യബോധമില്ലാതെ സദാചാരബോധമില്ലാതെ ഓടുകയാണ്. സമ്പത്തിലും സുഖത്തിലും താല്പര്യം വെച്ചുകൊണ്ട് വാണിജ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു ഉൽപ്പന്നത്തെ പോലെ മനുഷ്യനെ സമീപിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ മറ്റുള്ളവരായിരുന്നു മക്കളെ വഴിതെറ്റിക്കുന്നതെന്നും അസാൻമാർഗീയ മേഖലകൾ കൊണ്ടുപോകുന്നതെന്നും വിലപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വേലി തന്നെ വിളവ് തന്നെ തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആരാധനയിലും സൺഡേ സ്കൂൾ മുതലായ ആത്മീയ പ്രസ്ഥാനങ്ങളിലും മക്കൾ സംബന്ധിക്കുന്നുണ്ടെന്നും അവർ ഈ ലോകത്തിൻ്റെ അറിവ് നേടുന്നതിന് കാണിക്കുന്ന താല്പര്യവും ദൈവിക കാര്യങ്ങളിലും പ്രകടിപ്പിക്കാൻ തക്കൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശരിയായ വഴി മക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് പ്രയാസപ്പെടേണ്ടി വരികയില്ല. ജന്മം നൽകിയ കുഞ്ഞിനെ കൊല്ലുവാൻ പോലും മടി കാണിക്കാത്തവരും വളർത്തി വലുതാക്കുന്നവയെ വിൽപ്പന ചരക്കാക്കി മാറ്റാൻ യാതൊരു വൈമനസ്യവും ഇല്ലാത്തവരുമായി കഠിനഹൃദയരായി മാറുന്ന മാതാപിതാക്കളെ കണ്ട് ഇന്ന് പത്രത്തിലെ പേജുകൾ നിറഞ്ഞു നിൽക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരപരം അവൻ തരുന്ന പ്രതിഫലവും തന്നെ, സങ്കീർത്തനം 127:3 എന്ന് ചിന്തിക്കുകയും മക്കളെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവാൻ എഫേസ്യ ലേഖനം 6:4 എന്ന പൗലോസ്ലീഹായുടെ വചനങ്ങളും സ്ത്രീ സമൂഹം ഓർമ്മിപ്പിച്ചാൽ ഒരു തലമുറയും നമുക്ക് നഷ്ടമാകില്ല. പൗരോഹിത്യ കുടുംബത്തിൻ്റെ നടുവിൽ വളർന്നു വന്ന് എങ്കിലും ദൈവത്തോടും സഭയോടും കൂടുതൽ അടുക്കുന്നതിനും എൻ്റെ സഭ എൻ്റെ ദൈവം എന്ന ബോധ്യം നൽകുന്നതിനും എൻ്റെ വല്യമ്മച്ചയും എൻ്റെ അമ്മയും എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമളത്തിനുമേലുള്ള മധ്യസ്ഥത എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതിന് എൻ്റെ അമ്മ തന്നെയാണ് പ്രധാന കാരണവും. എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും വിവാഹത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിക്കുന്നത്. പരിമളത്തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തന്നെയും എൻ്റെ അമ്മ ഈ കബറിങ്ങിൽ വന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്
ഞാൻ ജനിക്കുന്നത്. എനിക്ക് 6 മാസം ഞാൻ ഗർഭത്തിലായിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അമ്മയും അപ്പനും തമ്മിലൊരു സംഭാഷണം നടന്നൊരിക്കൽ. അമ്മച്ചി പറഞ്ഞു, ഇതൊരാൺകുഞ്ഞാണെങ്കിൽ നമുക്ക് ദൈവവേലയ്ക്ക് കൊടുക്കണം. ആ സമയത്ത് പുത്തൻകാവിലെ തിരുമേനി വളരെയധികം കഷ്ടപ്പെട്ട് ഈ സഭയിൽ ഊണി നടക്കുന്ന സമയം. കാറില്ല, ലൈൻ ബസ്സിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇതൊക്കെ നേരിട്ടറിയാവുന്ന എൻ്റെ പിതാവ് തിരുമേനിയുടെ സഹോദരൻ പറഞ്ഞ മറുപടി, തിരുമേനി കിടന്ന് കളിക്കുന്ന കളി കണ്ടില്ലയോ, ഇനി നമ്മുടെ വീട്ടിൽ അച്ഛനും വേണ്ട, മെത്രാച്ചനും വേണ്ട. എൻ്റെ അമ്മയുടെ മറുപടി, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിവനെ പ്രാർത്ഥിച്ച് അച്ഛനാക്കും. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഈ നിലയിൽ ഉയർത്തിയത് എന്നെനിക്ക് എവിടെയും പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. താനും എനിക്ക് മാതാപിതാക്കളോട് ചോദിക്കാനുള്ള കാര്യം, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന ഇതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് പറയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർപ്പിക്കുവാനായിട്ടുള്ളത്. സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ നന്മയുണ്ടാകാനും സമാധാനവും സുരക്ഷിതത്വവും ലഭ്യമാകാനും കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന തലമുറകൾക്കാണ് സാധ്യമാകുക. ആയതിന് പ്രയോജനവും ശിക്ഷണവും പരിപാലനവും നൽകേണ്ടത് സ്ത്രീത്വമാണ്, പ്രത്യേകിച്ച് മാതൃത്വം. ആയതിന് ഉതകുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തിലൂടെ മാതൃത്വം ദൈവഭക്തിയിലും വിശ്വാസത്തിലും കൂടുതൽ ബലപ്പെട്ട് വളരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ടും ഇവിടെ നടക്കുന്ന വാർഷിക കോൺഫറൻസിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തെയോഫിലോസിന്റെ ദൃഷ്ടാന്തത്തിലൂടെയും ആനുകാലിക സംഭവങ്ങളുടെ വിവരണത്തിലൂടെയും മാർത്തമറിയം സമാജം പ്രവർത്തകർക്ക് ഊർജം പകർന്ന വികാര നിർഭരമായ വാക്കുകൾക്ക് അഭിവന്ദ തിരുമേനിക്ക് നന്ദി അർപ്പിക്കാം. അടുത്തതായി മുംബൈ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമനസിനെ ആശംസകൾക്കായി താഴ്മയോടെ ക്ഷണിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ബാവാ തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, മർത്തമറിയ സമാജത്തിൻ്റെ ഭാരവാഹികളെ, മലങ്കര സഭ അൽമായ ട്രസ്റ്റി, അസോസിയേഷൻ സെക്രട്ടറി, വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, മാതാക്കളെ, സഹോദരികളെ, ഈ ദിവസങ്ങളിലെ മുഖ്യമായിട്ടുള്ള വിഷയം തിരുവചനത്തിൽ നിന്ന് വളരെ ശ്രദ്ധയാർന്ന് വേർതിരിച്ചിരിക്കുന്നതിൽ ഇത്രയും താല്പര്യത്തോടെ പരിശുദ്ധ ഭാവതിരിപ്പിനെ കൽപ്പിച്ചതുപോലെ വളരെ ഭക്തിയോടും വിനയത്തോടും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ധാരാളം പേര് ഉള്ളതിൽ നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തോത്രം ചെയ്യുക. വചനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തും എന്ന പൗലോസ്ലീഹായുടെ ഭാഷയിൽ കൂടുതൽ പഠിക്കുവാനാണ് ഈ ദിവസങ്ങൾ വേർതിരിച്ചേക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഭ മുഴുവനായും, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിലും, മർത്തമറിയ സമാജത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കുകയല്ല, പക്ഷേ ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന ഉറച്ച ബോധ്യമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ആരാധന മുഴുവനായിട്ട് നോക്കിയാൽ വളരെ ആവേശത്തോടെ, വളരെ ആഹ്ലാദത്തോടെ, വളരെ അഭിമാനത്തോടെ, വളരെ സ്തോത്രത്തോടെ, വളരെ വിനയത്തോടെ പറയുവാനും പറയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഏതൊരു ആരാധനയും അത് തിരുവചനത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ സമ്മേളനം കഴിയുമ്പോൾ മർത്തമറിയ സമാജക്കാരുടെ ഒരു പ്രത്യേക ദൗത്യമായിട്ട് മലങ്കര സഭ മുഴുവനും, മർത്തമറിയ സമാജം ഉള്ള മേഖലകളിലെല്ലാം ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം മറന്നു പോകാതെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും മറ്റ് ഹൃദയങ്ങളിലേക്ക് അത് പകരുകയും ഇതിനെതിരായിട്ട് ഉയർത്തുന്ന ഏതൊരു ശബ്ദത്തിനും അപ്പുറമായിട്ട് നമ്മുടെ ശബ്ദവും നമ്മുടെ സന്ദേശവും കൈമാറി മലങ്കര സഭയുടെ ആരാധനയും അനുഭവ ശേഷിയും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഉറച്ച് വിശ്വസിപ്പിക്കുവാനുള്ള ഒരു ഭാഗ്യം പരിശുദ്ധാത്മാവ് സമൃദ്ധമായി പകരട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഈ സമ്മേളനത്തിന് അതിനുള്ള ആശംസകൾ നേരുകയാണ്. സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ സമ്മേളനത്തിലും നമ്മുടെ പല മർത്തമറിയ സമാജം സമ്മേളനങ്ങളുമൊക്കെ
ദൈവവചനത്തിനും ആരാധനയ്ക്കുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കും. അത് വളരെ ആവേശത്തോടെ, വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി, വളരെ വിനയപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട്. എന്നാൽ മറ്റ് നിമിഷങ്ങളിലേക്ക് മാറുമ്പോൾ ഈ ഒരു സമർപ്പണം അത് മർത്തോറി സമാജത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്കോ അല്ല, പൊതുവായിട്ട് നമുക്കുണ്ടാക്കുന്ന ഒരു ക്ഷീണമാണ്. ആ മേഖലകളിലൊക്കെ ഈ ആത്മീയതയുടെ തീവ്രത ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. ഇവിടെ ആരാധനയിൽ നിന്ന് ലഭ്യമാകുന്നതും തിരുവചനം ധ്യാനിക്കുന്നത് വഴി ലഭ്യമാകുന്നത്, പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രസിഡന്റ് തിരുമേനി ഒരു മാസം മുഴുവനും തിരുവചനം ധ്യാനിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് അത് പല ആവർത്തി ഓരോ യൂണിറ്റുകളും ആ വേദഭാഗം വിശുദ്ധ വേദവസം മുഴുവനും വായിച്ച് ധ്യാനിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി ഒരു പ്രത്യേക പ്രബുദ്ധത, ആത്മീയ പ്രബുദ്ധത വളർത്തിയെടുത്തിട്ടുണ്ട്. അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഈ നിമിഷങ്ങൾക്ക് ശേഷമുള്ള നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന അരമണിക്കൂറാണ് അല്ല 1 മണിക്കൂറാണെങ്കിൽ ബാക്കി നിമിഷങ്ങളും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ അതിനെ വളർത്തിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പം മർത്തോറി സമാജത്തിലോ അല്ലാത്തയോ ഉള്ള വനിതകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതേ മാനദണ്ഡത്തിലും ഇതേ മാന്യതയിലും ആ നിമിഷങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ആരാധനയെ വേർതിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയാമിനുള്ള മധ്യസ്ഥതയിൽ അതിനകത്തെ 2 സെൻറ്റൻസ് വളരെ യാന്ത്രികമായിട്ട്, യാദൃച്ഛികമായിട്ട് 2 സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയ മുഹൂർത്തങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. എലിസബത്ത് വീട്ടിൽ അധ്വാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്ന് വന്ദനം ചൊല്ലിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഇളക്കമാണ് സഭ ആവേശത്തോടെ ഏറ്റുവാങ്ങി തിരുവചനമായാലും അത് ആരാധനയുടെ, പ്രാർത്ഥനയുടെ മുഹൂർത്തങ്ങളായിട്ട് വേർതിരിച്ചത്. ഇപ്പോൾ നമ്മൾ സാധാരണ നിമിഷങ്ങളെ ഈ പ്രാർത്ഥനയുടെയും വേദവായനയുടെയും മുഹൂർത്തങ്ങളുമായിട്ട് ഒട്ടിച്ചേർത്ത് ആ നിമിഷങ്ങളെ കുറെ കൂടെ സജീവമാക്കുകയും ഉദ്ദീപിക്കുകയും ശക്തീകരിക്കുകയും ഏറ്റവും അനുഗ്രഹമായിട്ട് അത് വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാവമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ഈ ഭാഗ്യപ്പെട്ട കൂട്ടായ്മയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയം മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഓർത്തഡോക്സാരായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ അരുമസന്താനങ്ങളും മർത്തോറി സമാജാംഗങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു വിഷയത്തെക്കുറിച്ചോ പരിശുദ്ധ ബാവാതിരുമേനിയും മറ്റ് പിതാക്കന്മാരും പുരോഹിതന്മാരും ശ്രേഷ്ഠരും ആയിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ, മർത്തോറി സമാജത്തിന് തന്നെ നേതൃത്വം നൽകുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, അതിൻ്റെ ജനറൽ സെക്രട്ടറി മുതൽ എല്ലാ തലത്തിലുമുള്ള ആളുകൾ പല ആശയങ്ങൾ കൈമാറുവാനായിട്ട്, വളരെ സ്നേഹപൂർവ്വം കുറേ സമയം ചെലവഴിക്കുവാനായിട്ട്, പല കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്, ഈ സ്റ്റേജിൽ നിന്ന് മൈക്കിൽ കൂടി വരുന്ന ശബ്ദങ്ങൾ മാത്രമല്ല, മുഖത്ത് നോക്കി ഹൃദയം അറിഞ്ഞ് പല കാര്യങ്ങൾ പഠിക്കുവാനും വളരെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവവിശേഷം വളർത്തിയെടുക്കുവാനും അത് സഭയ്ക്ക് മുഴുവൻ ആവേശമായി തീരുവാനും സാധിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. പരിശുദ്ധ ബാവാതിരുമേനി പരോക്ഷമായിട്ട് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം അനുവദിച്ചാൽ മലങ്കര അസോസിയേഷനിലൊക്കെ നിങ്ങളതായിട്ടുള്ള സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുക. എന്നാലും ഒരു റിലേ മത്സരത്തിൽ 5 റൗണ്ട് ഓടേണ്ടതാണ്. 4ാമത്തെ റൗണ്ടിൽ ഒരാൾ നിൽക്കുമ്പോൾ അതിന് മുമ്പ് നടന്ന ഓട്ടങ്ങളെക്കാൾ മെച്ചമായിട്ട് ഓടുവാനും അവിടെയുള്ള പോരായ്മകൾ നികത്തി ഏറ്റവും അനുഗ്രഹമായിട്ട് നീങ്ങുവാനും ഉത്സാഹിച്ച് വളരെ ആവേശത്തോടെ നിൽക്കുന്ന പോലെ സഭയിൽ കഴിഞ്ഞ നാളുകളിൽ ലഭിക്കാത്ത പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ വളരെ ആഢ്യത്വത്തോടു കൂടി, വളരെ ചുമതലാബോധത്തോടു കൂടി, വളരെ ആത്മധൈര്യത്തോടു കൂടി, വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഏറ്റവും അനുഗ്രഹമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തുടർന്നും നിർവഹിക്കുവാൻ ദൈവമേ അനുഗ്രഹിക്കണമെന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും ഒത്തുചേരുന്നു. ആ മേഖലകളിലെല്ലാം ധാരാളം കൃപയുണ്ടായി ഏറ്റവും അനുഗ്രഹമായ നാളെയിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് തുടർന്നും വഴി നയിക്കട്ടെ എന്ന് വിനയപൂർവ്വം ആശംസിക്കുന്നു. ബോംബെ മുദ്രാസനത്തിൽ നിന്നും പലരും എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ
ഇതിൻ്റെ ഒരു സഹോദരി പ്രസ്ഥാനമായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഞങ്ങൾ 3 പ്രസിഡീയത്തിലുള്ള 3 പേരും കൂടിയുണ്ട്. അതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള പരിശുദ്ധ ബാബാതിരുമേനിയുമുണ്ട്. ആ സംഘടനയുടെയും ആശംസകളും പ്രാർത്ഥനകളും വേർതിരിച്ച വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ മുഴുവനായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. 2-3 മീറ്റിങ്ങുകളുണ്ട്. അതുകൊണ്ട് മര്യാദക്കേട് കാണിക്കുന്നതിൽ ക്ഷമിക്കണം. പക്ഷേ ഇവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ കൂടെ ഈ പ്രാർത്ഥനകളിൽ ഇഴുകിച്ചേരുന്നതിൽ എന്നെ അല്പമായ സന്തോഷമുണ്ട്. ഒരു കൂടി ആശംസകളും പ്രാർത്ഥനകളും കൈമാറി എൻ്റെ വാക്കുകൾ അവസാനം. വചനവും പ്രാർത്ഥനയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ എടുത്തുകാട്ടി ആത്മീയ പ്രബുദ്ധത ഉളവാക്കിയ മനോജ്ഞമായ വചനങ്ങൾക്ക് അഭിമന്യ കൂർലോസ് തിരുമേനിക്ക് കൃതജ്ഞതാപൂക്കൾ അർപ്പിക്കുന്നു. നിറപുഞ്ചിരിയോടെ ഒരു വ്യക്തിയെയും സമീപിക്കുന്ന നമ്മുടെ സഭയുടെ അഭിമാനം, അതേ സഭാ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ MG ജോർജ് മുത്തൂറ്റിനെ ആദരപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാവ തിരുമേനി നമ്മുടെ സഭയുടെ 91ാമത്തെ കാതോലിക്ക, ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ സക്കറിയാസ് മാർ തിയോഫിലോസ് തിരുമേനി, ഇന്ന് വേദിയെ അലങ്കരിക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്താനാസോസ് തിരുമേനി, നമ്മുടെ കൂടെ ഇപ്പം വന്നു ചേർന്നിരിക്കുന്ന അഭിവന്യ പക്കോമിയോസ് തിരുമേനി, നിക്കോദോമിയോസ് തിരുമേനി, ഈ സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ശങ്കരത്തിലച്ചൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി അക്കമ്മ പോൾ, നമ്മുടെ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന ഈ സമാജവുമായിട്ടും ബന്ധപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീമാരെ, എൻ്റെ പ്രിയപ്പെട്ട മാതാക്കന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് എല്ലാം എൻ്റെ സ്നേഹവന്ദനം. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളെ അഭിനന്ദിക്കാനുള്ളത്, ഈ ഹാള് നമ്മുടെ സഭയുടെ പല ഹാളുകളേക്കാളും വലിപ്പമുള്ളതാണ്. ഇതിന് 2 വിങ് 2 വശത്തോട്ടുമുണ്ട്. ഇതിൻ്റെ വെയിൻ വിങ് ഒന്നാമത്തെ മീറ്റിങ്ങിൽ തന്നെ നിറഞ്ഞത് നിങ്ങളുടെ സമാജത്തോടെ, സഭയുടെ സ്ത്രീ സമാജത്തോടെ നിങ്ങളുടെ ഭക്തിയും സ്നേഹവും ആദരവോടും കാണിക്കത്തക്കവണ്ണം ഈ സഭ നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഒന്നാമതായി. രണ്ടാമതായിട്ട്, എന്നും എനിക്ക് പ്രിയപ്പെട്ടവരായി തോന്നിയ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് ഞാൻ വിചാരിക്കുന്ന യുവജന സമാജം, MGOCSM, സ്ത്രീ സമാജം, ബാലസമാജം. കാര്യം, ഇവർ നമ്മുടെ സഭയുടെ ഭാവിയാണ്. അതിൻ്റെ അറ്റത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഈ പറഞ്ഞ ആളുകളുടെ മാതാക്കന്മാരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ വലിയ സദസ്സിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളുടെ മക്കളോടുള്ള കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ പലപ്പോഴും ലോക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും മാറുന്നില്ലേ എന്ന് ഓർക്കുക. മാതാവിനെ പറ്റി പറയുമ്പോൾ മാതൃഭാഷ, പിതൃഭാഷ എന്ന് പറയാറില്ല. മാതൃരാജ്യം, പിതൃരാജ്യം എന്ന് പറയാറില്ല. നമ്മൾ എവിടെ നോക്കിയാലും 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വലിയ തത്വജ്ഞാനികളുടെ സംഹിതകളിൽ നോക്കിയാൽ മാതാ, പിതാ, ഗുരു, ദൈവം. പിതാ, മാതാ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. മാതാവിൻ്റെ ഇമ്പോർട്ടൻസ് അഭിമന്യ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി സ്വന്തം ജീവിതത്തിലൂടെ ഇപ്പം ഇവിടെ പ്രസ്താവിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനാണ്. എനിക്ക് ഈ കഥ വേദികളിൽ കേൾക്കുന്നതിന് മുമ്പേ തന്നെ തിരുമേനിയിൽ നിന്നും, തിരുമേനിയുടെ മാതാവ് എൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ്, അവിടെ നിന്നും ഞാൻ കേട്ട് മനസ്സിലാക്കിയാണ്. തിരുമേനി ഏത് വേദിയിലും പറയുന്നതാണ്,
അമ്മമാരുടെ പ്രാധാന്യം. ഇനിയും ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ പീലക്സ് അത്താനാസോസ് തിരുമേനി ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട് എൻ്റെ ഉദാഹരണം പറയാൻ. നടന്ന സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുത്തൻകാവിലെ പള്ളിയിൽ, വലിയ പള്ളിയിലെ ഒരു അച്ഛൻ, മിടുക്കനായ അച്ഛൻ ചാർജ് എടുത്തു കഴിഞ്ഞ് അച്ഛൻ നോക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചയും മോറാനായ പെരുന്നാളിലും സന്ധ്യ നമസ്കാരത്തിലും നോമ്പാചരണത്തിലും മുന്നേ നിൽക്കുന്ന ഒരു അന്നമ്മ മുന്നിലുണ്ട്. അച്ഛൻ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് അന്നമ്മയെപ്പറ്റി പറഞ്ഞു. സകല സ്ഥലത്തും അന്നമ്മയെപ്പറ്റി പറഞ്ഞു. അന്നമ്മയെ കണ്ടുപിടിക്ക്, അന്നമ്മയെ നോക്കുക. നിങ്ങൾ സകല പള്ളിയിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും കുമ്പസാരത്തിലും എല്ലാം മുന്നേ വരുന്ന അന്നമ്മ. ഈ അന്നമ്മ സത്യമായിട്ട് പറഞ്ഞാൽ വേറെ ഏതോ സ്ഥലത്തു നിന്ന് പുത്തൻകാവ് വന്ന് താമസിക്കുന്ന അച്ഛൻ ഇതൊന്നും അറിയാതെ ഈ അന്നമ്മയുടെ ഭക്തി ഉണ്ടെന്ന് ആളുകൾ വലിയ വലിയ കുടുംബക്കാരുള്ള സ്ഥലമാണല്ലോ പുത്തൻകാവ്. അവരത് കേട്ടു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ അന്നമ്മയെ കാണാനില്ല. അച്ഛൻ പതുക്കെ നോക്കി, മുൻവശത്തെങ്ങ് അന്നമ്മയെ കാണുന്നില്ലല്ലോ, ഇതെവിടെ പോയി അന്നമ്മ? അപ്പം എല്ലാ ഇടവകങ്ങളും ഈ അന്നമ്മ എവിടെയാണ്? പലർക്കും ഈ അന്നമ്മയെ അറിയത്തില്ല. അച്ഛൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞെങ്കിലും അന്നമ്മയെ അറിയത്തില്ല. അപ്പോൾ അച്ഛൻ അങ്ങ് വളരെ വിഷമിച്ചു. അപ്പോൾ എന്തോ ഓർത്തു, വല്ല പെടുമരണമോ വല്ല കുഴപ്പങ്ങളോ കുടുംബത്തിൽ ഉണ്ടായിട്ടായിരിക്കും അന്നമ്മ പള്ളി വരാത്തത്. അച്ഛന് തന്നെ വലിയ മനപ്രയാസം. ഒരു ദിവസം അച്ഛൻ ചന്തയിലോട്ട് പോയപ്പോൾ അന്നമ്മ ദൂരെ നിൽക്കുന്നു. ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ വയ്യാത്ത അന്നമ്മ ദൂരെ നിൽക്കുന്നു. അച്ഛനാ ചന്തയാണ്, വാഴക്കൊലയുടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അന്നമ്മ വാഴക്കൊലയിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ എണ്ണും, ഇങ്ങനെ കറക്കി എണ്ണും. വാഴക്കൊല വെക്കുന്നവൻ ഇങ്ങനെ കറക്കും, അത് എണ്ണും. അപ്പോൾ അന്നമ്മ അതിൻ്റെ കൂടെ ഉത്സുകയായി നിൽക്കുകയാണ്. അന്നമ്മോ, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, അത്ര ഉച്ചത്തിൽ എൻ്റെ അച്ഛൻ അങ്ങ് വിളിച്ചു. കടയിലുള്ള ആളുകൾ ഞെട്ടി, ഇതെന്താ ഈ അച്ഛന് അന്നമ്മയെ വിളിക്കുന്നത്? അന്നമ്മയെ ഞെട്ടി, എന്തിനാ ഈ അച്ഛൻ എന്നെ വിളിക്കുന്നത് ഇത്രയും? എന്തുവാ അച്ഛ? അന്നമ്മ എവിടെയായിരുന്നു? എത്ര നാളായിട്ട് ഞാൻ ആ അന്നമ്മയെ അന്വേഷിക്കുന്നു. ആർക്കും അർത്ഥം. അന്നമ്മേ എന്തു പറ്റി? ഈ കറക്കിയ കൊല താഴെ വെച്ചിട്ട് അന്നമ്മ കൈ ഇങ്ങനെ എടുത്തു. അച്ഛോ, അച്ഛൻ അറിഞ്ഞില്ലേ? ഇല്ല അന്നമ്മേ, പറഞ്ഞാട്ട്. ഇപ്പൊ അച്ഛന് മനസ്സിലായി ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ആപത്ത് സംഭവിച്ചു. ഇല്ല അച്ഛാ, എന്തെങ്കിലും ആപത്താണോ? ഇല്ല അച്ഛാ, അച്ഛൻ അറിഞ്ഞില്ലേ? 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാലില്ലായിരുന്നു. ഞാൻ 6 മാസം മുമ്പേ പ്രസവിച്ചു ഒരാൺകുഞ്ഞ്, അതിൻ്റെ കൂടെ ഒരാൺകുഞ്ഞൂടെ, ട്വിൻസ്. ഇനി എന്തിലാ പണി വരുന്നേ? ഞാൻ ഈ കഥ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വലിയ മഹാനായിട്ടാണ് പറയുന്നത് ഈ അന്നമ്മയെ പറ്റി. ഈ അന്നമ്മ എന്നാലും പള്ളി പോകണ്ടായിരുന്നു, ഇത് വളരെ മോശമായിപ്പോയി. ഞാൻ പിന്നെ പറയുന്ന പ്രസംഗത്തിലേ ഞാൻ പറയുന്നത് എന്താണെന്നൂടെ പറഞ്ഞേക്കാം. ഈ അന്നമ്മയുടെ അതേ ഭാഷയിൽ ചിന്തിക്കുന്ന ആളാണ് ഞാനും. നമുക്ക് ആവശ്യം വരുമ്പോൾ കണ്ണുനീരോടുകൂടി പരുമലയോട്ട് ഇങ്ങ് ഓടി വരും. നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും കുറയുമ്പം ഓട്ടം കുറയും, പിന്നെയും വരും. കുറച്ചുകൂടെ ആവശ്യങ്ങളാവുന്നുണ്ടേ വരൂ തന്നെ, ശോശാമ്മേ ഞാൻ വരണോ പരുമലയ്ക്ക്, ശോശാമ്മ പൊക്കിയാട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് നമ്മൾ പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. നിങ്ങളാണ്. പുരുഷന്മാരെ ഞാൻ കുറ്റം പറയുന്നില്ല, ഞാനൊരു പുരുഷനാണ്. ഞാൻ നോക്കുന്ന ജോലിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രം നോക്കി നടന്നിരുന്നെങ്കിൽ എൻ്റെ പിള്ളേരെല്ലാം വഴിയാധാരമായിരുന്നു. നിങ്ങളുടെയും പിള്ളേർ നിങ്ങൾ നോക്കിയില്ലായിരുന്നെങ്കിൽ വഴിയാധാരമാവും. സ്ത്രീകളോട് എനിക്കൊരു ചെറിയ വാണിംഗ് പറയാനുണ്ട്. ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോൾ വല്യമ്മച്ചിമാരെ, ഞാനിപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയെ കണ്ട്, ഇങ്ങനെ അമ്മച്ചി ഇരിക്കുന്ന മുഴുവൻ ഇതൊരു സന്തോഷം, ഇങ്ങനെ ഇരിക്കുന്നത്. പല അമ്മച്ചിമാരും അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ തന്നെ. ഞാൻ ചെല്ലുന്നുണ്ട്, ചില അമ്മച്ചിമാരുടെ തേജസ് കാണുമ്പോൾ ഈ ചെള്ളയ്ക്കൊന്ന് ആ അമ്മച്ചിയുടെ ഒന്ന് പിടിക്കാൻ തോന്നും. അതുപോലെ ഓജസ്സും തേജസ്സും ഐശ്വര്യവും ദൈവകൃപയും വിലസുന്ന അമ്മച്ചി. ചില വീട്ടിൽ ചെല്ലുന്നുണ്ടേ, ഞാൻ തന്നെ ചെല്ലുന്നുണ്ടേ, ബൈബിൾ പിടിച്ചിരിക്കുക. അതാരാ കുഞ്ഞെ വന്നത്? നമ്മുടെ മുത്തൂറ്റെ ജോയിക്കുട്ടിയാണോ?
കണ്ണാടിയൊക്കെ അതിനകത്തുനിന്ന് എടുത്തു. പിടിച്ചിരിക്കുന്ന പുസ്തകം എന്താണെന്നറിയാമോ? ബൈബിള്. 75 വയസ്സായി, കാലേ നീരായി, നടക്കാൻ വയ്യ. ആകുന്ന കാലത്ത് ആദ്യം നാത്തൂനുമായിട്ട്, അതായത് ആങ്ങടയുടെ ഭാര്യയുമായിട്ട് യുദ്ധം, പിന്നീട് കഴിഞ്ഞ് അമ്മായിയമ്മയുമായിട്ട് യുദ്ധം, കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ്, പിന്നീട് അവിടെ ചെന്നേച്ച് പറയും എൻ്റെ വീട്, എൻ്റെ വീട്. ഭർത്താവിനോട് പറയുന്നത് എൻ്റെ വീട്, ഞാൻ അവിടെ പോകും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീടാണ്. നിങ്ങളുടെ പേരിനോട് ചേർന്നുകൊണ്ടല്ല. നിങ്ങളുടെ പേരെല്ലാം ഭർത്താവിൻ്റെ പേര്. അക്കമ്മ പോളിൻ്റെ പേര് പോളായത് അക്കമ്മ മിസ്റ്റർ പോളിനെ കെട്ടിയുണ്ട്, അതുകൊണ്ടല്ല. നിങ്ങൾ ചെല്ലുന്ന വീട്ടിലെ നിങ്ങളുടെ പിതാവും മാതാവും ആ വീട്ടിലെ പിതാവും മാതാവുമാണ്. അല്ലെങ്കിലേ എൻ്റെ വീടെന്നും പറഞ്ഞ് അവിടോട്ട് ഓടിയാൽ അവിടുത്തെ നാത്തൂനുണ്ടല്ലോ നിങ്ങളെ കയറ്റുകയല്ല. ഇവിടെ ചെന്നാൽ ഇവിടെയും കയറ്റുകയല്ല. ഇവൾ അവിടെ വീട് പറഞ്ഞു പോയതാ. പ്രിയമുള്ളവരെ, നിങ്ങളെങ്ങനാണെന്നല്ല ഞാൻ പറഞ്ഞ്. ഓർത്തഡോക്സിലെ പെണ്ണുങ്ങൾ വല്ലതും അങ്ങനെ വല്ലതും ചെയ്യുമോ? ഇങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ നുള്ളാൻ പോയ അമ്മച്ചി ആരാന്നറിയാമോ? നല്ല കാലത്ത് ബൈബിളെ പിടിച്ചു 4 മണിക്ക് എണ്ണീക്കുക. മുമ്പേ തിരുമേനി പറഞ്ഞാൽ തിരുമേനിയുടെ അങ്കിള് വല്യപ്പച്ചൻ 5 മണിക്ക് എണ്ണീച്ചേച്ച് കൊച്ചുമക്കളെല്ലാം അടിച്ച് എണ്ണീപ്പിച്ചേച്ച് ഉച്ചത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ആ ഭിത്തികളിൽ ഇങ്ങനെ അലയടിച്ച് നിൽക്കും. ആ പ്രാർത്ഥനയുള്ള വീട്ടിൽ സാത്താന് കയറാനൊക്കെയില്ല. വാട്ടർ ടൈറ്റ്, എയർ ടൈറ്റ് സീലിംഗ്. ഞാൻ അമേരിക്കയിലും ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ, മിസ്റ്റർ ജോർജ്, ഇത് അമേരിക്കയാ, ഈ കുടുംബ പ്രാർത്ഥനയൊന്നും ഇവിടെ വലിയ പ്രയാസമാണ്. ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ പിള്ളേർ അവിടെ പോയി ഇവിടെ പോയി. ഞാൻ ചോദിച്ചു, മിസ്റ്റർ തോമസ്, നിങ്ങൾ എവിടുത്തുകാരനാ? ചെങ്ങന്നൂക്കാരനാ. നിങ്ങൾ എവിടുത്തുകാരനാ? പത്തനാപുരംകാരനാ. നീ അമേരിക്കയിലെ നിൻ്റെ മെയിൻ ഡോർ അങ്ങോട്ട് അടച്ചാൽ നീ ചെങ്ങന്നൂരായി, നീ പത്തനാപുരമായി. നീ ഉറച്ച് നീ പഠിച്ച പ്രാർത്ഥന പഠിപ്പിക്കുക. ഞങ്ങളെല്ലാം കൊച്ചിലെ, നിങ്ങളെല്ലാം നിങ്ങളുടെ ചെറുപ്രായത്തിലെ ഈ അപ്പന്മാരും അമ്മമാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം ചൊല്ലിയല്ല നിങ്ങൾ പള്ളിയിൽ പോയത്. അന്നത്തെ റിതം, അന്നത്തെ ആചാരങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ രക്തത്തിൽ കൂടെ ഒഴുകുന്നുകൊണ്ടാണ് ചില അമ്മമാർക്ക് സങ്കടം. മക്കൾ പള്ളിയിലില്ല, സഭയിലില്ല, വീട്ടിലില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആവേശത്തോടുകൂടി ഇവിടെ വന്നു. ഈ കോൺഫറൻസ് ശക്തിയാകണമെങ്കിൽ, പൂർത്തിയാകണമെങ്കിൽ, മഹത്തരമാകണമെങ്കിൽ, ദൈവ അനുഗ്രഹമുള്ളതാകണമെങ്കിൽ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി ഏത് പുരുഷനേക്കാളിലും, ഏത് യുവാവിനേക്കാളിലും, ഏത് യുവതിയെക്കാളിലും കൂടുതലുള്ള അമ്മമാരായ നിങ്ങൾ ആണ് എന്നോർക്കണം. ഈ യുവജന പ്രസ്ഥാനം കഴിഞ്ഞ വർഷങ്ങളായിട്ട് വളരെ വലുതായി തീർന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. 2-3 വർഷം മുമ്പേ വരെ 250 പേര് അറ്റൻഡ് ചെയ്യുന്ന ഈ സമ്മേളനം ഡൽഹിയിൽ വന്നപ്പോൾ 3000 പേര് വന്നത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് എല്ലാ കാര്യങ്ങളിലും പൈസ അല്ല, ഇവിടെ എല്ലാം പൈസയുടെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ കൂടെ നിന്നു. ഞാനിപ്പം പറഞ്ഞ സംഗതി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ്, അല്ലാതെ ഒരു മലമ്പ്രസംഗമല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എല്ലാം എൻ്റെ സഭ എലഞ്ഞിക്കൽ ബേയിച്ചാൻ പറഞ്ഞ പോലെ മന്ത്രിസഭയിലെ അംഗമായ എലഞ്ഞിക്കൽ ബേയിച്ചാനോട് ഏതാണ്ട് കാര്യം ചോദിച്ചും പറഞ്ഞു, അച്ചായ ഇങ്ങനൊക്കെ സംസാരിച്ച മന്ത്രിസഭയിലും അച്ചായൻ്റെ മന്ത്രി കസേരയ്ക്കും കുഴപ്പം വരികയെല്ലാം ചോദിച്ചപ്പം, പോടാ നിൻ്റെ പാട്ടിന്, എൻ്റെ സഭ കഴിഞ്ഞിട്ടേ ഉള്ളൂ മന്ത്രിസഭ. പ്രിയമുള്ളവരെ, വാട്ട് ഈസ് സഭ? യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമായ സഭയും ആ സഭയിലെ ദൈവജനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നല്ലോ എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിലല്ലേ, ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥം. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നിർത്തുക. ഞാൻ 3 ആൻസറാ. 1, നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുക, ദൈവം യെസ് തന്നിരിക്കുന്നു. 2ാമത്തെ ആൻസർ, പ്ലീസ് വെയിറ്റ്, പ്ലീസ് വെയിറ്റ്. എൻ്റെ കർത്താവേ, എൻ്റെ മൂത്ത മോനെ 10 വർഷമായി, അവൻ്റെ ഭാര്യ ഇതുവരെ പ്രസവിച്ചില്ല, പ്ലീസ് വെയിറ്റ്, പ്ലീസ് വെയിറ്റ്. അത് കഴിഞ്ഞ് കിട്ടും. 3ാമത്തെ ഉണ്ടല്ലോ, നോയ. ഞാൻ പറയുകയല്ല പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടുമെന്ന്. തിരുമേനിമാർ എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പം പ്രാർത്ഥിക്കുക ഉച്ചത്തിൽ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകണം, പരിമല ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേച്ച് 10ാം നിലയിൽ നിന്ന് ചാടുക. അപ്പം കർത്താവ് പറയും, നിന്നോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ, പ്രാവിനെ പോലെ നിഷ്കളങ്കനും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവന് നീ ചാടിയാൽ എനിക്ക് പിടിക്കാൻ കൈയൊന്നുമില്ല, നീ എന്നെ പരീക്ഷിക്കരുത്.
നീ എന്നെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് മലാഖിയിൽ മാത്രമേ ഉള്ളൂ. യഹോവായ യേശു, യഹോവായ ദൈവം എന്നെ ഇതിനാൽ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന മലാഖി 3-ാം അധ്യായം 7 മുതൽ 12 വരെ എൻ്റെ സ്ത്രീ സമാജത്തിലെ അംഗങ്ങൾ ഇരുത്തി വായിക്കുകയാണെങ്കിൽ നമ്മുടെ സഭ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം എല്ലാം അത്യുത്തമമായി തീരും. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്യരായ പിതാക്കന്മാരെ, സഭയുടെ മലങ്കര സഭയുടെ ഉന്നതരായ സ്ഥാനികളെ, മർത്തമ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ഗ്ലോബൽ മഹാസമ്മേളനത്തിന് പരിമലയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമേ നേരട്ടെ. എല്ലാ വിജയാശംസകളും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിന് ഉള്ള സന്ദർഭമല്ല ഇതെന്ന് എനിക്കറിയാം. 1-2 അനുഭവങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. അഭിമന്യ തിരുമേൻ തേയോഫിലോസിനും എനിക്കും അതറിയാം. മർത്തമറിയം സമാജത്തിൻ്റെ വാർഷിക സമ്മേളനം ഇവിടുത്തെ ഡയറിയിൽ കുറിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു മാരേജ് റിസപ്ഷൻ നടത്തുവാനുള്ള ബുക്കിംഗ് ഉണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് മാത്രമാണ് അവർ വന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നില്ല, പകരം ഇവിടെ പള്ളിയുടെ വടക്കുവശത്തായി ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലേക്ക് ഞങ്ങൾ റിസപ്ഷൻ മാറ്റുകയാണെന്ന്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു വലിയ മധ്യസ്ഥതയിലൂടെയാണ് നമുക്ക് പ്രതികൂലമായിരുന്ന ഒരു കാര്യം അനുകൂലമായി തീർന്നത്. അതുപോലെ ഇവിടെ വരുന്ന പ്രതിനിധികൾക്ക് രാത്രിയിൽ കിടക്കുവാനുള്ള പരിമിതമായ സൗകര്യം ഇവിടെയുള്ളൂ. കഷ്ടിച്ച് 150 പേർക്ക് താമസിക്കുവാനുള്ള മുറികൾ മാത്രമേ ഇവിടെയുള്ളൂ. എന്നാൽ 1000-ലധികം പ്രതിനിധികളെ എങ്ങനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം വ്യാകുലപ്പെട്ട് ചിന്തിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒന്ന് തലയായിക്കാൻ, തറയിൽ കിടക്കാൻ ഒരു പായോടൊപ്പം ഒരു തലയണയെങ്കിലും കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. പല സ്ഥലത്തും ഞങ്ങൾ അന്വേഷിച്ചു, ഒരിടത്തും തലയണ വാടകയ്ക്ക് പോലും കിട്ടാത്ത അവസ്ഥയാണ്. എന്നാൽ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സ്നേഹിതനെ ഞാൻ വിളിച്ച് എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര തലയണ വേണമെങ്കിലും പില്ലോസ് വേണമെങ്കിലും ഞാൻ സൗജന്യമായി തരാം, 4 ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് അതുപോലെ തിരികെ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിമല തിരുമേനിയുടെയും മധ്യസ്ഥയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹം മാത്രമാണ്. നമ്മുടെ ചിന്താവിഷയം വചനത്താലും പ്രാർത്ഥനയാലുമുള്ള വിശുദ്ധീകരണമാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായി തീരുവീനെന്ന്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് ഉയർന്ന പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധാനത്തെങ്കിലാണ് 4 ദിവസം നിങ്ങൾ താമസിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയെപ്പോലെ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ മുഖം ഉയർത്തുവാനും പരിശുദ്ധനായ പരിമല തിരുമേനി ആർജിച്ചെടുത്ത ആ വിശുദ്ധിയുടെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് മലങ്കര സഭയുടെ അഭിമാന ഭാജനങ്ങളായ മർത്തമറിയം സമാജാംഗങ്ങൾ വിശുദ്ധിയുടെ നിറകുടമായി മടങ്ങിപ്പോകുവാനും ആ വിശുദ്ധി നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ ഇടവകയിലേക്കും നിങ്ങളുടെ സമൂഹത്തിലേക്കും പരത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.
അഭിവന്യ റമ്പാച്ചൻ്റെ പ്രചോദനാത്മകമായ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. യുവത്വത്തിൻ്റെ തീഷ്ണതയും ഊർജവും ഉൾക്കൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് ചലനങ്ങൾ സൃഷ്ടിക്കുന്ന മലങ്കര സഭയുടെ അഭിമാനം അസോസിയേഷൻ സെക്രട്ടറി ബഹുമാന്യനായ ഡോക്ടർ ജോർജി ജോസഫിനെ ആശംസകൾക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്ദനായ അഥാനാസിയോസ് തിരുമേനി, അഭിവന്യ പക്കോമിയോസ് തിരുമേനി, അഭിവന്യ നിക്കോദിമോസ് തിരുമേനി, ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യയായ ശ്രീമതി അക്കാമ പോൾ, ബഹുമാന്യനായ ശങ്കരത്തിലച്ചൻ, വന്യരായ റമ്പാച്ചന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരിമാരെ, സാധാരണ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നതിന് പള്ളികളിലേക്ക് കൽപ്പന അയക്കുന്നത് പരമാവധി ആളുകൾ വരിക എന്നുള്ളതാണ്. എന്നാൽ ഒരു യൂണിറ്റിൽ നിന്ന് ഒരാളെ വരാവൂ എന്ന് നിർബന്ധമായി പറഞ്ഞിട്ടും ഈ ഹാൾ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ വലിയ വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. ഇവിടെ പ്രത്യേകമായി അഭിവന്ദനായ തെയോഫിലോസ് തിരുമേനിയെ അനുമോദിക്കാതിരിക്കുവാൻ നിർവാഹമില്ല. തിരുമേനിയെ കാണുമ്പോഴൊക്കെ, എപ്പോഴും എവിടെ വെച്ചും കാണുമ്പോൾ തിരുമേനി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള പല പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരും. ഈ തരത്തിൽ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ആശയങ്ങൾ എന്നിലേക്ക് തരുന്ന അഭിവന്ദനായ തെയോഫിലോസ് തിരുമേനിയുടെ ഈ കാലഘട്ടം, ഈ മോംസിൻ്റെ അധ്യക്ഷനായി തെയോഫിലോസ് തിരുമേനി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടം മലങ്കര സഭയിലെ നിങ്ങളുടെ 100 വർഷത്തിനുള്ളിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രമാത്രം ഊർജ്ജസ്വലതയോടെയാണ് അഭിവന്ദനായ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ. ഇവിടെ നിങ്ങൾ തുടങ്ങിവെച്ച മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിവെച്ച നവജ്യോതി സ്വയം സഹായ സംഘം ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് അത് വളർന്നിട്ടുണ്ട്. നവജ്യോതി സ്വയം സഹായ സംഘത്തിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ അറിയാം, മലങ്കര സഭയിൽ പുതിയ പുതിയ ഏത് സംരംഭങ്ങൾ ആരംഭിക്കുന്നുവോ ആ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ മതി, തീർച്ചയായും അത് വിജയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അഭിവന്ദനായ തെയോഫിലോസ് തിരുമേനി കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അണ്ണാ ഹസാരയുടെ ഉപവാസം. ഇവിടെ തിഹാർ ജയിലിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ട ദിവസങ്ങൾ, തിഹാർ ജയിലിൽ അദ്ദേഹം കിടന്നുറങ്ങിയത് അഴിമതിയുടെ പേരിൽ കോടികൾ വെട്ടിച്ച ജയിലിൽ അടയ്ക്കപ്പെട്ടവരോടൊപ്പമാണ്, ജനപ്രതിനിധികളോടും മന്ത്രിമാരോടും ഒക്കെ ഒപ്പമാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത് എന്നുള്ളത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ. നമുക്ക് അഴിമതിക്കെതിരെയും കൈക്കൂലിക്കെതിരെയും പോരാടേണ്ട സമയമാണ്. നമ്മുടെ ഇടയിൽ നിന്നും സമൂഹത്തിൽ നിന്നും കൈക്കൂലിയും അഴിമതിയും അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് യത്നിക്കാം. എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ദീർഘകാലമായി മലങ്കര മർത്തമറിയ സമാജത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി അക്കമ്മ പോളാണ്. തൻ്റെ ആയുസിൻ്റെ തന്നെ നല്ലൊരു ഭാഗം സമാജം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച് സ്തുത്യർഹമായ സേവനത്തിലൂടെ ശക്തമായി പ്രവർത്തിക്കുന്ന ശ്രീമതി അക്കമ്മോൾ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ 18 വർഷക്കാലം ഈ പ്രസ്ഥാനത്തെ സജീവമായി നയിച്ച് അധിക ദൂരം യാത്ര ചെയ്ത് ഭൂഖണ്ഡങ്ങൾ താണ്ടി യൂണിറ്റുകൾ സന്ദർശിച്ച് ശക്തിപ്പെടുത്തി ആദരിക്കുവാൻ പറ്റിയതായൊരവസരം ഇത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഇവിടെ പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് മോംസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി അക്കാമ പോളിന് നൽകുകയാണ്. ആ പുണ്യകർമ്മം നിർവഹിക്കുവാനായി പരിശുദ്ധ ബാവാ തിരുമനസ്സിനോട് അപേക്ഷിക്കുകയുമാണ്.
പരിശുദ്ധ ബാവാ തിരുമേനി, നമ്മുടെ പ്രസിഡന്റ് തിരുമേനിയായ തെയോഫിലോസ് തിരുമേനി, അതിശ്രേഷ്ഠരായ മറ്റു തിരുമേനിമാരെ, അമ്പാച്ചൻ, നമ്മുടെ ശ്രേഷ്ഠ വൈദികരെ, വന്നിരിക്കുന്ന ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരികളെ, അതീവ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോഴിവിടെ നിൽക്കുന്നത്, സംതൃപ്തിയോടുകൂടി. 18 വർഷം മുമ്പ് ആലീസ് മാണി ദിവംഗതയായപ്പോൾ അതിൻ്റെ അനുശോചന യോഗത്തിലെത്തിയതാണ് ഞാൻ. അവിടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അതിന് മുമ്പേ ഭർണബാസ് തിരുമേനി എന്നെ നിയമിച്ചിരുന്നു. അനുശോചന യോഗം വിളിച്ചു കൂട്ടിയേച്ച് തിരുമേനി പറഞ്ഞു, ഇനി അക്കാമപ്പോൾ ഇതിൻ്റെ സ്ഥാനമേൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി വന്നത് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞ വാചകമാണ്. നീ ഈ അവസരത്തിൽ ഇത് ഏറ്റെടുത്തില്ല എങ്കിൽ വേറെ ആരെയെങ്കിലും ദൈവം നിയോഗിക്കും. ദൈവത്തിൻ്റെ നിയോഗമാണ് ഇതെന്ന് കണ്ട് നീ ഇത് ഏറ്റെടുത്തോണം എന്ന് പറഞ്ഞ് അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ ഏറ്റെടുത്താണ്. എനിക്ക് അന്ന് പ്രസംഗിക്കാനോ വേദപുസ്തക പഠനം നടത്താനോ അങ്ങനെയുള്ള കഴിവുകളൊന്നും വലുതായിട്ടില്ലായിരുന്നു. അതിലൊക്കെ എന്നെ സഹായിച്ച് അന്നത്തെ തിരുമേനിമാർ ഓരോരുത്തരും പ്രസിഡൻ്റന്മാരായിട്ട് വന്ന്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പക്കോമിയോസ് തിരുമേനിയും പ്രസിഡൻ്റായിട്ടിരുന്നാണ്. അന്തോണിയോസ് തിരുമേനി, പക്കോമിയോസ് തിരുമേനി, ക്ലീമീസ് തിരുമേനി, ഇവരൊക്കെ എന്നെ ഇങ്ങനെ നയിച്ച് അവസാനം നമ്മുടെ തെയോഫിലോസ് തിരുമേനിയുടെ കൂടെ ഇത്രയും ദിവസം വർക്ക് ചെയ്യാനും എനിക്ക് സംഗതിയായി. അന്നൊക്കെ മർത്തമറിയ സമാജത്തിന് സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ദിവംഗതനായ പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് ദ്വിതീയൻ തിരുമേനി, അതായത് കൂറിലോസ് തിരുമേനിയുടെ അടുത്ത് ഞാൻ ചെന്ന് പറയും, തിരുമേനി കുറച്ച് പണം തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന്. ആദ്യം കുറേ രൂപയെല്ലാം തന്നു, അവിടെ കുറച്ച് വസ്തുവൊക്കെ വാങ്ങിച്ചു. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, നിനക്ക് റൂഹായാണോ വേണ്ടിയ രൂപയാണോ? ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് റൂഹ തന്നാൽ മതി. ആ റൂഹായാണ് ഇന്ന് നമ്മളെ നടത്തുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, ഈ ഓഡിറ്റോറിയം ഇന്ന് വരെ കല്യാണക്കാരിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ പരിമ്പളത്ത് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ നടത്താം, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നടത്താം. അവിടെയൊക്കെ ഇത്രയും പേരെ കൊള്ളിക്കാൻ പ്രയാസമാണ്. പക്ഷേ ദൈവകൃപ കൊണ്ട് അവർ താനേ മാറിത്തന്നു നമുക്കിത് നടത്താനുള്ള സൗകര്യം. ഇങ്ങനെ മർത്തമറിയ സമാജത്തിന് അന്നു മുതൽ കിട്ടിയ ആ കൃപയാണ് നമ്മളെ ഈ നിലയിൽ വളർത്തുവാൻ സാധിച്ചത്. അത് അതീവ സന്തോഷമുണ്ട്. അതിന് നമ്മുടെ തിരുമേനിമാർ നമ്മളെ വളരെയധികം പഠിപ്പിച്ചു കൊണ്ടുവന്നു. വേദപുസ്തകം പഠിക്കാനും പരീക്ഷ എഴുതാനും ഒക്കെ. അതിലേറ്റവും അധികം സന്തോഷം നമ്മുടെ ഇപ്പോഴത്തെ തിരുമേനിയുടെ ആ നമ്മളെ നയിക്കുന്ന ആ രീതിയാണ്. തിരുമേനിയാണ് നമ്മളെ ഈ വചനം പഠിക്കാനും അതിൽ കൂടി പ്രാർത്ഥിക്കാനും അതിലേറെ പ്രാർത്ഥിക്കാനും വിശുദ്ധരായി തീരുവാനും നമ്മളെ നയിക്കുന്നത്. നമുക്ക് ആതുര സേവനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത്. തിരുമേനിക്ക് രാവും പകലും എല്ലാം മർത്തമറിയ സമാജത്തിൻ്റെ സ്ത്രീകളെ എങ്ങനെ ഏതെല്ലാം വിധത്തിൽ ആത്മീയ പുരോഗതി ഉണ്ടാക്കാൻ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ, സഭയ്ക്ക് ഉതകുന്ന ഒരു സംഘടനയാക്കി തീർക്കാനും ഉള്ള വിചാരമായിരുന്നു. തിരുമേനിയോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം തിരുമേനി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ ബാവാ തിരുമേനി, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എത്രയധികമായിട്ട് അനുഗ്രഹിച്ചു. ഇപ്പോഴും നമുക്ക് പുതിയൊരു ആശ തന്നിരിക്കുക. 2012 ആണ്ടിൽ നമുക്ക് സഭയിൽ സ്ഥാനം കിട്ടുന്നു സ്ത്രീകൾക്ക്. അത് തിരുമേനിയുടെ ആ സന്മനസ്സാണ് അതിൻ്റെ അകത്ത് മുൻപിൽ നിൽക്കുന്നത്. മറ്റ് തിരുമേനിമാരും അതിനെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുമേനി പറഞ്ഞാൽ ശക്തീകരണമല്ല, ആത്മീയ ശക്തീകരണമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളെ
പഠിപ്പിച്ചു തന്നു. നമ്മളതിൽ മുൻപോട്ട് പോകണം. നമ്മൾ ഇപ്പോൾ വളരെയധികം ഏതെല്ലാം രീതിയിൽ നമ്മൾ നന്നായി വരുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ വന്ന നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ഞങ്ങളുടെ മർത്തമറി സമാജത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. നന്ദി പറയേണ്ട ആവശ്യമില്ല. തിരുമേനിയുടെ മക്കളാണ് നമ്മൾ. അല്ല, മദ്രാസിൽ അമ്മച്ചിയുടെ വലിയ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് ഞാൻ ചോദിച്ചു ആരാന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും തിരുമേനിക്ക് എഴുതുമ്പം യുവേഴ്സ് ഇൻ ക്രൈസ്റ്റ്, യുവർ ഡോട്ടർ ഇൻ ക്രൈസ്റ്റ് എന്ന് എഴുതും. അപ്പോൾ എന്നെ അത് പറഞ്ഞ് അവൻ കളിയാക്കോ, തിരുമേനിയുടെ ഡോട്ടറാണോ അമ്മച്ചി, തിരുമേനിയേക്കാൾ എന്ത് പ്രായമുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ദൈവത്തിൽ ഞാൻ തിരുമേനിയുടെ മകളാണ്. അതുപോലെ നമ്മളെ മക്കളെപ്പോലെ നടത്തിക്കൊണ്ടുവന്ന് ഇത്രത്തോളമാക്കിയ തിരുമേനിയോട് നന്ദിയുടെ 1000 പൂച്ചെണ്ട് സമർപ്പിച്ചുകൊള്ളുന്നു. ചെങ്ങന്നൂർ അത്താനാസ്യോസ് തിരുമേനി സഭയുടെ കൗൺസിലിൻ്റെ സെക്രട്ടറി, നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന തിരുമേനിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും എപ്പോഴും നമുക്കുണ്ടായിരുന്നു. തിരുമേനി ഇവിടെ വന്ന് നല്ലൊരു പ്രസംഗം ചെയ്ത് നമ്മുടെ അമ്മമാരെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. അമ്മമാരെ ബഹുമാനിക്കുന്ന ആർക്കും ഈ സ്ത്രീകളെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. ഇന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഏത് സമയത്തും പത്രം തുറന്നാൽ കാണാം പീഡിപ്പിക്കുന്നത്. 75 വയസ്സായ അമ്മയെ പോലും വെറുതെ വിടത്തില്ല, 85 വയസ്സായവരെയും വിടുന്നില്ല. പോട്ടെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്നു. ഈ അണ്ണ പറയുന്ന ഇത് അദ്ദേഹം പട്ടിണി കിടക്കുന്നത് എന്തിനാ? അതിനു പകരം ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനെതിരായിട്ട് അവർക്കെതിരായിട്ടൊന്ന് ഒരു വാചകം ഉയർത്താൻ ആർക്കും സാധിക്കുന്നില്ലേ എന്ന് ഞാൻ ഓർക്കുന്നു. എപ്പോഴും പത്രത്തിൽ ഓരോ പീഡനത്തിൻ്റെ കാര്യം കാണും, പക്ഷേ പിറ്റേ ആഴ്ച അതിനെപ്പറ്റി ഒന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുവാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ അവരെ ഇനി ഒരിക്കലും ഒരു സ്ത്രീയെ, ഒരു പിഞ്ചു കുഞ്ഞിനെയോ ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കത്തക്കവണ്ണമുള്ള വന്ധീകരണമോ എന്തോ അവ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നുള്ള നിയമം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടണം. അതിന് സഭ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആദ്യമായിട്ട് ബാഹ്യ ഇടവകയിൽ ഒരു മീറ്റിംഗ് നടത്താനായിട്ട് നമ്മളെ ക്ഷണിക്കുകയും അതിന് അനുവാദം തരികയും ചെയ്തു. നമ്മുടെ അന്നത്തെ ആ യാത്രയിലൊക്കെ വളരെ സന്തോഷമായി. ആ ഒരു യാത്ര അനുഭവിച്ചവരാണ് പിന്നെയും ഇങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിന് വരാനായിട്ട് ആഗ്രഹിച്ച. അതുപോലെ നല്ലൊരു മീറ്റിംഗ് തിരുമേനി അവിടെ ഒരുക്കിയിരുന്നു. ഞാൻ അവിടെ വെച്ച് കണ്ടേച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു, തിരുമേനിയും അവിടെ ഒന്ന് നിന്നാൽ മതി. അവിടെയുള്ള അച്ഛന്മാരും അവിടുത്തെ മർത്തമറിയ സമാജ അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും നല്ല പയറ് പോലെ നിൽക്കും. തിരുമേനിയുടെ നോട്ടം ചെല്ലാത്ത ഒരു സ്ഥലം അവിടെ ഇല്ലായിരുന്നു. അതുപോലെ വളരെ കാര്യമായിട്ട് നമ്മളെ അവിടെ സൽക്കരിക്കുകയും നമ്മളെ നോക്കുകയും നല്ല കാര്യങ്ങൾ അവിടെ ബോംബെ മുഴുവൻ കൊണ്ടുപോകണമെന്ന് കാണിക്കാനും എല്ലാം സഹായിച്ചു. ആ തിരുമേനിയും നല്ലൊരു സന്ദേശം തന്നു. ഇവിടെ വരെ വന്ന് നമ്മൾക്ക് ഇത്രമാത്രം തന്നതിന് തിരുമേനിക്കും പ്രത്യേക നന്ദി പറയുന്നു. യൂഹാനോൻ റമ്പാച്ചൻ പരുമല പള്ളിയെ വളരെയധികം ശുചിത്വമുള്ളതാക്കി തീർത്ത്, ഇതിൻ്റെ ചുറ്റുപാടുകളെല്ലാം വളരെ ഭംഗിയുള്ളതാക്കി ഇതിൻ്റെ പുരോഗതിക്ക് വളരെയധികം പ്രവർത്തിക്കുന്ന റമ്പാച്ചനെ ഇന്ന് നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഒന്നും അറിയാണ്ടാത്തതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം പ്രവർത്തിച്ച തിരുമേനിയോടും മർത്തമറി സമാജത്തിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞോളൂ. ഇന്നിവിടെ വന്ന പക്കോമിയോസ് തിരുമേനിക്കും തിക്കോദോമിയോസ് തിരുമേനിക്കും അവരുടെ സമയം, വിലയേറിയ സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച 2 തിരുമേനിമാർക്കും മർത്തമറി സമാജത്തിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മുത്തൂറ്റ് MG ജോർജ് നമ്മുടെ ട്രസ്റ്റി, ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരെണ്ണം തന്നെ ഒരു ക്ലോക്ക് തരാൻ നോക്കുക. അത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വന്നല്ലോ, ഈ പ്രാവശ്യം വേറെ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ ഉടനെ അതിനെ സമ്മതിച്ച് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടൊരു ബാഗും ഒരു 2-3 ഗ്ലാസും ഒക്കെ തരാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അതെല്ലാം പറഞ്ഞ പോലെ ചെയ്തതിന് ഇവിടെ വന്ന് നല്ല വാക്കുകൾ,
നല്ല പ്രസംഗം ചെയ്ത ജോയിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. യുവത്വത്തിൻ്റെ പ്രതീകമായ നമ്മുടെ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ പറഞ്ഞു 4 കോടി രൂപ വരെയാണ് പിരിച്ചതെന്ന്. അതിനുവേണ്ടി അങ്ങ് മരിക്കുക, ലോകം മുഴുവൻ ഓടി നടന്ന് സഭയുടെ പുനരുദ്ധാനത്തിന് ഈ പണം കൊണ്ട് സഹായിക്കുമെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതിനുതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തീകരിക്കാനായിട്ട് സാധിക്കണം. ഒരു സങ്കടം എനിക്കുണ്ട്. 10,000 രൂപയായിരുന്നു ഞങ്ങൾക്ക്, വളരെ തുച്ഛമായൊരു തുകയാണ് ആണ്ടി തന്നുകൊണ്ടിരുന്നത്. ഇപ്പം 4 കോടി കിട്ടിയിട്ടായിരിക്കും ഇപ്പോൾ അത് 7,000 വെട്ടിക്കുറച്ചു. അത് വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയോടും സെക്രട്ടറിയോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പരിശുദ്ധ കൂറിലോസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രൂപയല്ല റൂഹായ ആവശ്യം. അവരുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വളർച്ച എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ അച്ഛന്മാർ തെരണം ഭദ്രാസനത്തിൻ്റെയും ചെങ്കുന്നു ഭദ്രാസനത്തിൻ്റെയും മാവേലിക്കര ഭദ്രാസനത്തിലെയും വൈസ് പ്രസിഡൻറ്റുമാർ അച്ഛന്മാരും അതിൻ്റെ കമ്മിറ്റിക്കാരും അഹോരാത്രം വളരെ കഷ്ടപ്പെട്ട് പണം പിരിച്ച് ഇവിടുത്തെ സദ്യകൾക്കും നമ്മുടെ മീൽസ് എല്ലാം ശരിയാക്കാനും അക്കോമഡേഷനും നമ്മുടെ എല്ലാവരുടെയും റിസപ്ഷനും ഒക്കെ ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു. അച്ഛന്മാരെ പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പണ്ടൊക്കെ വൈസ് പ്രസിഡന്റുമാർ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ മർത്തോറി സമാജത്തിൽ വലിയ പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. ഞാൻ വന്നപ്പോൾ EK ജോർജ് അച്ഛനായിരുന്നു. അച്ഛൻ എന്ത് ഞാൻ പറഞ്ഞാലും ഉടനെ അതൊക്കെ ചെയ്തു തരും. പക്ഷേ ശങ്കരത്തിലച്ഛൻ ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല. എപ്പം വേണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറമായിട്ട് രാപകലില്ലാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള നന്ദി മർത്തോറി സമാജത്തിൻ്റെ നാമത്തിൽ ഞാൻ രേഖപ്പെടുത്തും. നമ്മുടെ ജോസഫ് റംബാച്ചൻ ധ്യാനമന്ദിരത്തിൻ്റെ മാനേജർ അല്ലേ, അച്ഛനെ എനിക്ക് റംബാച്ചനെ എനിക്ക് പണ്ട് മുതലേ അറിയാം. എൻ്റെ വലിയ ഒരു ധ്യാന ഗുരുവാണെന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സ്നേഹിതനാണ്, ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ ഗുരുവാണ്. റംബാച്ചൻ്റെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെയൊക്കെയാണ്. നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം തുളുമ്പുവാണ്. നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം എന്ത് പറയേണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൂരെ നിന്നെല്ലാം കഷ്ടപ്പെട്ട് വന്ന് അതൊന്നും പക്ഷേ നിങ്ങൾക്കൊരു ദോഷമല്ല, ഇതെല്ലാം അനുഗ്രഹമായിട്ട് എണ്ണപ്പെടും. തിരുമേനി പറഞ്ഞ പോലെ നിങ്ങളുടെ സമയം ആണ് സമയത്തിൻ്റെ 10-1. അതാണ് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദശാംശത്തിൻ്റെ ഒരു ഭാഗം. വെറുതെ രൂപ കൊടുത്തുകൊണ്ട് മാത്രമല്ല, കെട്ടുകിടക്കിന് രൂപ കൊണ്ടുപോയി പരിമല എടുത്തുകൊണ്ട് കാര്യമല്ല. നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമുക്കുള്ള ചിന്തകളും വർത്തമാനങ്ങളും മറ്റുള്ളവരെ എങ്ങനെ വശീകരിക്കാം, നമ്മുടെ അവരുടെ വിശ്വാസത്തിൽ എങ്ങനെ അടിയുറപ്പിക്കാം എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദശാംശം അതിലായിരിക്കട്ടെ എന്ന് അതിലായിരിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഭാവിയിൽ വേദോസ്തവം പഠിച്ച് പ്രാർത്ഥനയിൽ ഉറ്റ് പരിശുദ്ധകളായി തീർന്ന് പരിശുദ്ധ കന്യകമറിയാമിൻ്റെ പിൻഗാമികളായി നമ്മൾ ഓരോരുത്തരും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ ഉപഹാരത്തിൻ്റെ തിരുമേനിയോടും നിങ്ങളോടെല്ലാവരോടും ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചല്ല ഒന്നും പ്രവർത്തിച്ചത്. ദൈവത്തിൻ്റെ കൃപ എനിക്ക് അമിതമായി കിട്ടി. അതിന് മാത്രമേ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ തന്നതിനെല്ലാം നന്ദി, നിങ്ങളുടെ സഹകരണത്തിന് നന്ദി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി. ആശീർവാദത്തിന് മലങ്കര സഭയുടെ വിശ്വാസവും കൂറും അഖണ്ഡതയും അറിയിച്ചുകൊണ്ട് കാതോലിക്ക മംഗളഗാനത്തിനായും പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദത്തിനായും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഭക്തിയാദരപൂർവ്വം നിൽക്കാം. സിംഹാ
ഇടക്കിൻ്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി വാഴ നീണ, ആമോദമായി വാഴ നീണ. ആത്മാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, ഇടക്കിൻ്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി വാഴ നീണ, ആമോദമായി വാഴ നീണ, ആമോദമായി വാഴ നീണ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ, പ്രത്യേകാൽ മർത്തമറിയ വനിതാ സമാജത്തിൻ്റെ ഈ സമ്മേളനത്തോടും ഇതിനോട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴെല്ലാം ഇപ്പോഴും നമ്മേക്കുണ്ടായിരിക്കട്ടെ.